വൈജ്ഞാനിക ചർച്ചകൾ ഉണർത്താനുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം ഔദാര്യമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും ആവശ്യമായ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചതുപോലെ ഒരു സാന്ത്വന കേന്ദ്രം നല്ല രൂപത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഏറെ നല്ല മനസ്സുകളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കുമെല്ലാം എല്ലാ നന്മയുടെ കവാടങ്ങളും തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ധന്യമായ രണ്ട് മുഹൂർത്തങ്ങളുടെ സംഗമവേദിയാണിത്. ഒന്ന്, ഒരു കാരുണ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം. രണ്ടാമത്, അതിന്റെ അനുബന്ധമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ പറയാനും കേൾക്കാനുമുള്ള ഒരു സദസ്സ്. രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. വളരെ പുണ്യമേറിയ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഒത്തുകൂടുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും ലക്ഷോപലക്ഷം ജനങ്ങൾ പ്രവാഹങ്ങൾ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. നാം ഇവിടെ സംഗമിക്കുമ്പോഴും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ വിവിധങ്ങളായ ഭാഷകളിൽ വിവിധങ്ങളായ ഭാവങ്ങളിൽ ലോകത്ത് മനുഷ്യർ കൽപ്പിക്കുന്ന എല്ലാ വകതിരിവുകൾക്കും അതീതമായി ദേശത്തിന്റെയും ഭാഷയുടെയും വർണ്ണത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ വ്യത്യാസങ്ങൾക്കതീതമായി സ്നേഹത്തോടുകൂടി ഒത്തുകൂടുന്ന ലക്ഷങ്ങളുടെ സലാം നിരന്തരമായി കേട്ടുകൊണ്ടാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ മദീനത്തുൽ മുനവ്വറയിൽ വിശ്രമിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരുപാട് തവണ ആ തിരുസവിധത്തിലെത്താൻ അവിടുത്തെ മുവാജഹത്തിൽ നിന്നുകൊണ്ട് സ്വീകാര്യയോഗ്യമായ രീതിയിൽ സലാം ചൊല്ലാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സലാം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രത്യഭിവാദ്യം ചെയ്യാൻ ആ മഹത്തായ ഭാഗ്യം അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ആനുകാലിക ലോകം ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ്.
ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികമായ മേഖലയിൽ നോക്കിയാൽ പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ അത് പ്രശ്നമല്ലാതായി മാറുകയാണ്. ഇതിന്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ വിജയമാഗ്രഹിക്കുന്ന ആളുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. സദാചാരപരമായി നമ്മുടെ ചുറ്റുപാടുകൾ എത്രയൊക്കെയോ മാറിക്കഴിഞ്ഞു. നമ്മുടെ ധാർമ്മിക പരിസരങ്ങളെല്ലാം മാറ്റി സ്ഥാപിക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെയും കലാപത്തിന്റെയും സംഘടനകളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ വാർത്തകൾ ലോകത്ത് മുഴുവനും പടർന്നു കിടക്കുന്ന കാലുഷ്യത്തിന്റെ കാഠിന്യത്തിലേക്ക് നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ ലോകവിവരങ്ങളും ആനുകാലിക ആഗോള രാഷ്ട്രീയവും ഒക്കെ ഓരോ സെക്കൻഡിലും എന്ന പോലെ അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. ഓരോ നിമിഷവും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സംഭവങ്ങൾ കാലത്തെ മുഴുവനും മാറ്റി എഴുതിയിരിക്കുകയാണ്. ഈ സമയത്ത് യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ അവർ മുറുകെ പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അല്ലെങ്കിൽ പാശം ഹബീബായ തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാർഗവും അവിടുത്തോടുള്ള ബന്ധവുമാണ്. എല്ലാ വിഷമഘട്ടങ്ങളിലും നമുക്ക് അതാണ് പരിഹാരം. ഏതൊക്കെ കാലങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അതാതു കാലത്തെ മഹാരഥന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പരിഹാരങ്ങൾ തേടിയത് നമുക്ക് കാണാൻ കഴിയും. ഓരോ മൗലിദുകളുടെയും സ്വലാത്തുകളുടെയും ഒക്കെ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നത് ഈ യാഥാർത്ഥ്യമാണ്. ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടായാൽ അവർക്ക് മുഴുവനും ശാരീരികവും മാനസികവുമായി പരിഹാരത്തിനു വേണ്ടി നിർദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള പ്രകീർത്തനത്തിന്റെ ഗ്രന്ഥരചനയും പാരായണവുമാണ്. യുദ്ധക്കെടുതിയിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് പരിഹാരമുണ്ടാവാൻ നല്ല കാലത്തെ മഹാരഥന്മാർ അവിടെയുള്ള ആളുകൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്നത് നബികീർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും അതിനെ ആസ്പദിച്ചുകൊണ്ട് സമാധാനത്തിനു വേണ്ടി മുന്നേറാനുമാണ്. ഓരോരോ സ്വലാത്തുകളുടെയും മദ്ഹുകളുടെയും എല്ലാം ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇത്തരം പശ്ചാത്തലങ്ങൾ, കോണ്ടക്സ്റ്റുകൾ നമുക്ക് വായിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പ്രചാരമുള്ള നിത്യേന എന്ന പോലെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മങ്കൂസ് മൗലിദിന്റെ രചനാ പശ്ചാത്തലം നമ്മളേറെ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്വലാത്തുൻ നാരിയ, സ്വലാത്തുൽ ഫാത്തിഹ് തുടങ്ങിയുള്ള ഒരുപാട് സ്വലാത്തുകളുടെ വചനങ്ങൾ, മദ്ഹിന്റെ രചനകൾ അതെല്ലാം രൂപപ്പെട്ടു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിലേക്ക്
ആളുകൾ അഭയം തേടുകയും സഹായം ആവശ്യപ്പെടുകയും പ്രയാസങ്ങളിൽ നിന്നുള്ള നിർവഹണത്തിനു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി അവലംബിക്കുകയും ചെയ്തതിന്റെ ഉദാഹരണങ്ങളാണ്. മഹാന്മാരായ സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗമാണത്. മുൻഗാമികളായ ഇമാമുകൾ അവരുടെ ജീവിതത്തിലൂടെ വരച്ചുകാട്ടിയ നേർവഴിയാണത്. ബദറിന്റെ തലേനാൾ മഹാന്മാരായ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സാഹചര്യങ്ങളെയും ഉടമ്പടികളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു. മദീനക്കാരായ സ്വഹാബികൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എപ്പോഴും തങ്ങളുടെ കൂടെയാണ് എന്ന മറുപടിയാണ്. എന്നാൽ പ്രയാസഘട്ടങ്ങളിൽ അവർ സ്വീകരിക്കുന്ന മാർഗമേതാണ്? മഹാന്മാരായ സ്വഹാബ കിറാം അവരുടെ ജീവിതത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്, യുദ്ധത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ നിൽക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് പറയുന്നത്, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾക്ക് തങ്ങളിലേക്കല്ലാതെ ഓടിയെത്താൻ വേറെ ഒരു അഭയകേന്ദ്രമില്ല. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് അവലംബം തേടിയെത്താൻ മറ്റൊരാശ്രയ കേന്ദ്രമില്ല. വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. സമുദായം ഓടിയെത്തേണ്ടത് അവരുടെ നേതാവായ റസൂലിലേക്കല്ലാതെ പിന്നെ ആരിലേക്കാണ്? സമുദായത്തിന്റെ പരിഹാരത്തിന്റെ കേന്ദ്രം, അവരുടെ എല്ലാവിധത്തിലുമുള്ള അഭയമാകുന്ന, അവരുടെ എല്ലാവിധത്തിലുമുള്ള സയ്യിദാകുന്ന, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭയം തേടിയെത്തേണ്ട കേന്ദ്രമാകുന്ന പ്രവാചകരിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഞങ്ങൾ എത്തേണ്ടത് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ആ സ്ഥാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗീതകം പാടുകയാണ്. അതുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭയകേന്ദ്രമെന്ന മഹത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പ്രകീർത്തനത്തിന്റെ കാവ്യം നമ്മളോട് പറഞ്ഞു തരികയാണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഞങ്ങൾക്ക് തങ്ങളിലേക്കല്ലാതെ ഓടിയെത്താൻ ഒരു കേന്ദ്രം വേറെയില്ല. വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഒരു സമുദായത്തിന്റെ അഭയകേന്ദ്രം അവരുടെ റസൂലിലേക്കല്ലാതെ പിന്നെ ആരിലേക്കാണ്? ഒരു സമുദായത്തിന്റെ അഭയകേന്ദ്രം അവരുടെ റസൂലിലേക്കല്ലാതെ പിന്നെ ആരിലേക്കാണ്? ഈ പ്രസക്തമായ രണ്ടാം ഭാഗം സ്വഹാബത്തിന് ഏതു വിധത്തിലാണോ ബാധകമായിരുന്നത്, അതേ വിധത്തിൽ തന്നെ ഈ ഉമ്മത്തിന് മുഴുവനും ബാധകമാണ്. കാരണം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന്റെ റസൂൽ അർ-റസൂലുൽ അഅ്ലം സയ്യിദുൽ വറാ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. സ്വഹാബത്ത് കലിമ ചൊല്ലിയത് എപ്രകാരമാണ്?
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു. അതേ രീതിയിൽ തന്നെയാണ് നമ്മളും കലിമ ചൊല്ലേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായിരുന്നു എന്നല്ല, റസൂലാകുന്നു എന്ന് തന്നെയാണ് നമ്മളും പറയേണ്ടത്. നബി അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ല നമ്മുടെ കലിമ. സ്വഹാബത്ത് പറഞ്ഞു റസൂലാകുന്നു എന്ന്. ഈ ഉമ്മത്ത് മുഴുവനും പറയേണ്ടതും വിശ്വസിക്കേണ്ടതും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ്. അപ്പോൾ സ്വഹാബത്ത് പറയുന്നത്, ഞങ്ങൾ കോടിയെത്താൻ ഞങ്ങളാകുന്ന പൗരന്മാരുടെ അഭയകേന്ദ്രം ഈ പൗരന്മാരുടെ റസൂലാകുന്ന തങ്ങളിലേക്കാണ്. ആ പൗര അവകാശമല്ലെങ്കിൽ പൗരസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന റസൂലിന്റെ മുമ്പിൽ ഈ ഉമ്മത്തിന് മുഴുവനും ബാധകമായ കാര്യമാണ്. വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി. ഞങ്ങൾക്ക് ഓടി വരാനുള്ള കേന്ദ്രം തങ്ങളല്ലാതെ മറ്റേതാണ്. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ മുഴുവനും അഭയകേന്ദ്രമാണ്. അതാണ് സ്വഹാബത്ത് പറഞ്ഞു തരുന്നത്. അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾക്കുണ്ടാവേണ്ട അടിസ്ഥാന വിശ്വാസം ഒന്നാണ്, കലിമ ഒന്നാണ്, അതിന്റെ പ്രമേയം ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് എപ്രകാരം ഫിറാറാണോ അല്ലെങ്കിൽ ഓടിയെത്തേണ്ട കേന്ദ്രമാണോ, അതുപോലെ എനിക്കും നിങ്ങൾക്കും ഓടിയെത്താനുള്ള കേന്ദ്രമാണ് റൂഹുൽ വജൂദ് സയ്യിദുൽ വറാ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ ഹബീബി വമലാദി വകഅസി വമശ്റബി വവിസാലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, സ്വഹാബത്തിന്റെ മുഴുവൻ വിജയത്തിന്റെയും മോക്ഷത്തിന്റെയും ഇരുലോക രക്ഷയുടെയും അടിസ്ഥാനപരമായ നിദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആത്മബന്ധമാണ്, അവിടുത്തോടുള്ള പാരസ്പര്യമാണ്, അവിടുത്തോടുള്ള പ്രിയമാണ്, അവിടുത്തോടുള്ള ബന്ധമാണ്. ഈ ഉമ്മത്തിൽ നിന്ന് സ്വഹാബത്ത് രാജാക്കളും ജേതാക്കളുമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സാമീപ്യ വർധനയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഉമ്മത്തിലെ നേതാക്കളായി അവര് മാറുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പത്തിന്റെ ആധിക്യത്തിലാണ്, സാമീപ്യത്തിന്റെ ഉന്നതിയിലാണ് അവരുടെ എല്ലാ സ്ഥാനവും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് മഹാനരായ ഒന്നാം ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം സിദ്ദീഖ് എന്നാണ്. ആ വിലാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അചഞ്ചലമായി വിശ്വസിക്കുകയും അനിഷേധ്യമായി അംഗീകരിക്കുകയും കലർപ്പിന്റെ ലവലേശമില്ലാതെ സ്വീകരിക്കുകയും ചെയ്തു എന്നതിൽ നിന്ന് അന്ത്യനാൾ വരെയല്ല,
അന്ത്യനാളിലും ഉപകാരപ്പെടുന്ന വിലാസമാകുന്ന സിദ്ദീഖ് എന്ന പദവി കിട്ടുന്നത് മിൻ അൻവാരി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൻവാറിൽ നിന്നാണ്. ഹബീബായ തങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അബൂ ഖുഹാഫയുടെ മകൻ ഇബ്നു അബീ ഖുഹാഫയാകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ത്യനാൾ വരെയും പിന്നെയും സ്വീകരിക്കപ്പെടാവുന്ന സിദ്ദീഖ് എന്ന പദവി കിട്ടുന്നത് മുത്തുനബി തങ്ങളോടുള്ള ആത്മബന്ധത്തിന്റെ ആക്കത്തിൽ നിന്നാണ്, അടുപ്പത്തിന്റെ ആധിക്യത്തിൽ നിന്നാണ്. ആ വിലാസം അമരമായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഉയർന്ന ഭാവത്തിൽ നിന്നുകൊണ്ടാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്ന വിലാസം കിട്ടുന്നതും അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ചില പ്രമേയങ്ങളുടെ ബന്ധമുണ്ട്, ചില ഡ്യൂട്ടിയുടെ ബന്ധമുണ്ട്. ഫാറൂഖ് എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് തന്നെ എത്രയോ നമുക്ക് അവിടുത്തെ ചരിത്രത്തെ വിശദീകരിക്കാനുണ്ട്. ഇപ്പോഴെന്റെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ബഹുമാനപ്പെട്ട ഖത്താബ് എന്നവരുടെ മകൻ ഉമർ എന്നവർക്ക് ഫാറൂഖ് എന്ന അമരമായ വിലാസം കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. മഹാന്മാരായ മുൻഗാമികളായ അമ്പിയാക്കളുടെ സ്ഥാനപദങ്ങൾ പോലും അന്ത്യപ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ലഭ്യമായതെങ്കിൽ പിൽക്കാലക്കാരായ ശിഷ്യഗണങ്ങളുടെയോ സഹവാസികളായ സ്വഹാബത്തിന്റെയോ അവർക്ക് അന്ത്യനാൾ വരെയും പിന്നെയുമുള്ള യോഗ്യതയുടെ ആകത്തുകയുള്ള ഡിഗ്രി എന്താണ്? സ്വഹാബത്തിന്റെ മൊത്തമുള്ള ഏറ്റവും വലിയ ഡിഗ്രി എന്താണ്? അവര് ഖുർആനിൽ അഗാധ ജ്ഞാനമുള്ളവരായിരുന്നു എന്നതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അനസ് റളിയല്ലാഹു അൻഹു വരെ, അനസ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ എണ്ണാൻ കാരണം അവസാനം വഫാത്തായ സ്വഹാബി പ്രമുഖരിൽ പ്രധാനിയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് തങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. അവസാനം വഫാത്തായ സ്വഹാബി പ്രമുഖരിൽ പ്രധാനിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇറാഖിലെ ബസറയിലാണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത് റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഅസ്റാരിഹി. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വരെ ദീർഘകാലം ജീവിച്ച സ്വഹാബിമാരിൽ ഒരാളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 100-നോടടുത്ത വയസ്സുവരെ ജീവിച്ചിട്ടുണ്ടെന്ന് അനസ് തങ്ങളുടെ ചരിത്രം പറയുന്നു. ഇപ്പോഴതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അനസ് തങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ച 4 മണിക്കൂർ CD ഉണ്ട്, അതിൽ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വരെയുള്ള എല്ലാ സ്വഹാബിമാരുടെയും യോഗ്യതയുടെ അടിസ്ഥാനം എന്താണ്? സുഹബത്തു റസൂലില്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹവാസം എന്നതാണ്. ഖുർആനിക പഠനത്തിലെ അവഗാഹം എന്നതല്ല, ആരാധനയിലെ ഉന്നതി എന്നതല്ല, മറ്റേതെങ്കിലും ദൈക്ഷണികമായ മികവ് എന്നതല്ല. അതെല്ലാം ഉള്ള മഹാന്മാരാണവർ. ഖുർആൻ ഏറ്റവും നന്നായി മനസ്സിലായവർ അവരാണല്ലോ. അവരുടെ മുമ്പിലേക്കല്ലേ തങ്ങളുടെ മേൽ ഖുർആൻ ഇറങ്ങുന്നത്, അവർക്കല്ലേ നേരിട്ട് നബിതങ്ങൾ വിശദീകരിച്ചു നൽകിയത്. അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും സ്വഹാബത്തിന്റെ മുഴുവനും ഡിഗ്രിയിൽ ഉള്ള യോഗ്യത എന്താണ്? അവരുടെ ഖുർആനിലുള്ള അവഗാഹമല്ല, അഹ്കാമുകളിലുള്ള അവഗാഹമല്ല, മറ്റേതെങ്കിലും ദൈക്ഷണികമായ മുന്നേറ്റമല്ല, ബുദ്ധിപരമായ ഗവേഷണമല്ല. അവർക്കെല്ലാമുള്ള സ്ഥാനത്തിന്റെ ഉന്നതിയുടെ അടിസ്ഥാനം സുഹബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മനസ്സോടെ അല്പമെങ്കിലും സഹവസിച്ചു എന്നതാണ് അവർക്ക് ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത്. ആ ഡിഗ്രിയെ മറികടക്കാൻ പിൽക്കാലത്ത് വന്ന ഒരു ഖുർആൻ പണ്ഡിതനും കഴിയില്ല. ആ ഡിഗ്രിയെ മറികടക്കാൻ പിൽക്കാലത്ത് വന്ന ഒരു ദിശണാശാലിക്കും സാധ്യമല്ല. ആ ഡിഗ്രിയെ മറികടക്കാൻ പിൽക്കാലത്ത് വന്ന അഗാധമായ മസ്അലജ്ഞാനമുള്ള ഒരു ഫഖീഹിനും സാധ്യമല്ല. ആ സ്ഥാനത്തെ മറികടക്കാൻ പരകോടികൾ സംഭാവന ചെയ്ത ഒരു സമ്പന്നനും സാധ്യമല്ല. കാരണം അവരുടെ ഒരു ദീനാറിന്റെയോ അര ദീനാറിന്റെയോ സ്ഥാനത്ത് നിങ്ങളുടെ ഉഹദ് മലയോളം വരുന്ന സംഭാവനയും മതിയാകില്ലെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴവരുടെ അടിസ്ഥാനപരമായ യോഗ്യത എന്താണ്? സുഹബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹവാസമാണ്. ഇത് എല്ലാ സ്വഹാബിമാർക്കുമുള്ള മേന്മയുടെ അടിസ്ഥാനം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പദം കിട്ടുന്നത്, അല്ലെങ്കിൽ വിലാസം കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്ന പദവി കിട്ടുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഇരട്ട വെളിച്ചം എന്ന മഹത്തായ വിലാസം കിട്ടുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിമാരെ വിവാഹം ചെയ്തു എന്നതിൽ നിന്നാണ്. രണ്ടുപേരെയും ഒരേ സമയത്തല്ല, ഒരാളുടെ വഫാത്തിനു ശേഷം അടുത്തയാളെ എന്ന രീതിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ലോകത്ത് തന്നെ ഒരു നബിയുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവാകാൻ കഴിഞ്ഞു എന്ന അതുല്യമായ സ്ഥാനം കിട്ടി ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം അലി റളിയല്ലാഹു അൻഹുവിനോ ഒരു സ്ഥാനമല്ല, പല സ്ഥാനവും പറയാനുണ്ട്. അൽ മുർത്തള എന്ന സ്ഥാനം ലഭിക്കുന്നത്, അല്ലെങ്കിലോ ബാബുൽ ഇൽമി എന്ന സ്ഥാനം ലഭിക്കുന്നത്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഇതുപോലെ ഏറെ തലവാചകങ്ങൾ കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിൽ നിന്നാണ്, തങ്ങളിൽ നിന്ന് ലഭ്യമായതാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് കിട്ടാനുള്ള എല്ലാ സ്ഥാനവും തരാനുള്ള നേതാവാരാണ്? നമ്മുടെ അവലംബമാകുന്ന ഫിറാറുന്നാസ് വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഓടിയെത്താൻ
മുഴുവനുള്ള കേന്ദ്രം അമ്പിയാക്കളല്ലാതെ, നമ്മുടെ കേന്ദ്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരാണ് എന്ന് സ്വഹാബത്ത് തന്നെ ചോദിച്ച് പഠിപ്പിച്ചു തരികയാണ്. ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു ഭാഗത്ത് നമുക്ക് പ്രയാസം വരുന്നു, അതാ ആഗോളതലത്തിൽ ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്ന് യുദ്ധത്തിന്റെ കരിമ്പുകയിൽ കിടന്നുകൊണ്ട് പീഡനം അനുഭവിക്കുകയാണ്. 10,000-കണക്കിന് കുരുന്നുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട കുരുന്നുകളുടെ ഫോട്ടോ ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിക്കുകയാണ്. അതാ കടലോരത്ത് കിടക്കുന്ന ഓരോമന പൈതലിന്റെ മൃതശരീരത്തിന്റെ മുമ്പിൽ ലോകം മുഴുവനും കൈകുനിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോഴത്തെ ആംബുലൻസിൽ പരിക്കും പുകയുമെല്ലാം പറ്റിയിട്ട് നിർനിമേഷനായി ഒന്ന് കരയാൻ പോലും കഴിയാതെ അസ്തമിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുമോന്റെ ചിത്രം ലോകം മുഴുവനും ഞെട്ടലോടെ കാണുകയും റഷ്യ പോലെയുള്ള രാജ്യങ്ങളുടെ ഉള്ളിടത്തിൽ പുറംപൂച്ചിന് വേണ്ടിയെങ്കിലും ചില സൈനിക തീരുമാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത എത്രയെത്ര ഇരകളാണ് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ളത്. ഈ ഒരു കാലഘട്ടം ആഗോള രാഷ്ട്രീയം നമ്മുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും ലക്ഷോപലക്ഷം ജനങ്ങൾ കഅബാലയത്തിന്റെ മണിമുറ്റത്തേക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മദീന മുനവ്വറയിലേക്ക് വിശ്വാസി സഹസ്രങ്ങളല്ല ദശലക്ഷങ്ങള് മുത്തുനബി തങ്ങളോട് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിലാണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എവിടെയെല്ലാമാണ് ഈ സമുദായത്തിന്റെ മക്കള് അരുങ്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധികളുടെ മുഴുവനും കാലത്ത് നിന്നുകൊണ്ട് പരിഹാരത്തിന്റെ കേന്ദ്രം എവിടെയാണ്? യാ സയ്യിദൽ അബ്റാർ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുറ്റത്താണ്. പക്ഷേ നമുക്ക് ആ വിവേകം ലഭിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹാരത്തിന്റെ കേന്ദ്രമാണെന്ന വിവേകത്തിലേക്ക് നമ്മൾ വരണം. ഹബീബായ തങ്ങളുടെ മണിമുറ്റത്ത് തിരുമുറ്റത്ത് മദീനയിലാണ് ലോകത്തിന് മുഴുവനുമുള്ള പരിഹാരം എന്ന ഒരു അവബോധത്തിലേക്ക് വിശ്വാസി ലോകം വരണം. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളതാ ഇസ്ലാമിനെ യുക്തിവാദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നാമം കൊണ്ട് മുസ്ലിമാണെങ്കിലും കർമ്മം കൊണ്ട് മുത്തുനബിതങ്ങളെ അവർ സ്വീകരിക്കുന്നില്ല. മറുഭാഗത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ പേരിലുള്ള പല സംഘടനകളും ഉണ്ടാവുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സൈദ്ധാന്തികനായി അവതരിപ്പിക്കുന്നു എന്നല്ലാതെ ഓടിയെത്തേണ്ട കേന്ദ്രമായി അവർ സ്വീകരിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇസ്ലാമിന്റെ ശരിയായ ആത്മാവിനെ അറിയാതെ രാഷ്ട്രീയപരമായ ചില നടപടികളിലേക്ക് അവർ മാറുകയാണ്. അവരും ഹബീബിനെ അറിയുന്നില്ല. ആർഭാടങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിസ്ഥാനപരമായി ശരിയായ വിശ്വാസമുള്ള ഈ ഉമ്മത്തിലെ ആളുകൾ പോലും ആനുകാലികമായ ആർഭാടങ്ങളിലോ ആസ്വാദനങ്ങളിലോ കിടക്കുകയാണ്. അവരും ഹബീബിലേക്ക് മനസ്സ് ചേർത്ത് വെക്കാൻ അവർക്കും സമയം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ എല്ലാ വിഷമങ്ങൾക്കുമുള്ള പരിഹാര കേന്ദ്രമേതാണ്? സയ്യിദുൽ വറാ അസ്സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ കൂടുതൽ നേരമൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ സദസ്സ് എന്നോടൊരു ചെറിയ സഹായം ചെയ്യണം. എല്ലാവരും നന്നായി സ്വലാത്ത് ചെല്ലണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പേര് കേൾക്കുമ്പോ
സ്വലാത്തു ചൊല്ലാനുള്ള ഒരു മനസ്സ് വേണം. ഹബീബായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഓടിയെത്താനുള്ള കേന്ദ്രമാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ആകുലതകളും വ്യാകുലതകളും വേദനകളും വിഷമങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങളും എല്ലാം നമുക്ക് പറയാനുള്ള കേന്ദ്രമാണ്. ഒരു മകൻ ഒരു ഉമ്മയോട് പറയുന്നത് ഏതെല്ലാം വേദനയാണ്, അതിനേക്കാൾ വേദന പറയാനുള്ള കേന്ദ്രമാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ചില ആളുകൾ ചോദിക്കും, അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ പറ്റുമോ എന്ന്. ചില ആളുകൾ വിചാരിക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെയൊക്കെ അങ്ങ് പറയാൻ പറ്റുമോ എന്ന്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മഹാന്മാരായ സ്വഹാബത്ത് ഏത് രീതിയിലാണോ കലിമത്തു ഷഹാദ ചൊല്ലിയത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞു, നമ്മളും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, വിശ്വസിക്കേണ്ടത്. ആയിരുന്നു എന്നല്ല. അപ്പോൾ നമുക്കും റസൂലുണ്ട്, നമുക്കും വാപ്പയുണ്ട്, നമുക്കും ഉമ്മയുണ്ട്. നമ്മൾ ഉമ്മയോട് പറയുന്ന ആകുലതകളെക്കാൾ കൂടുതൽ പറയേണ്ടത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഉപ്പയോട് പറയുന്നതിനേക്കാൾ വേദനകൾ പങ്കുവെക്കേണ്ട കേന്ദ്രമേതാണ്? അത് മുത്തുനബി തങ്ങൾ തന്നെ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടമപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ഏറ്റവും കടപ്പാടുള്ളവരാരാണ്? അത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവിടെ മറ്റേതെങ്കിലും സംവാദങ്ങളുടെ സംഘടനകൾ ഇടകി വരേണ്ടതില്ല. ഉള്ളറയിൽ ഉറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ തുടർവായനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ എൻ്റെ ഉമ്മയോട് എൻ്റെ ഏതെല്ലാം വേദനയാണോ പറയുന്നത്, അത്രമേൽ പറഞ്ഞാൽ ഒരു കാരുണ്യം ഞാൻ എത്ര വയസ്സായാലും എൻ്റെ ഭാര്യയോട് പറയുമ്പോൾ എനിക്ക് ലഭ്യമല്ല. അല്ലാഹു തആല ഏറ്റവും വലിയ റഹ്മത്ത് ദുനിയാവിൽ നമ്മുടെ ശാരീരികമായ നേരിട്ടുള്ള ബന്ധത്തിൽ വെച്ചിരിക്കുന്നത് ഉമ്മയിലാണ്. എൻ്റെ വേദനയും നൊമ്പരും ഒക്കെ പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് എത്ര കൊല്ലം കൂടെ ജീവിച്ചാലും ഉണ്ടാകുന്ന ഫീലിംഗ് അതിനേക്കാൾ എത്രയോ മടങ്ങ് ഉയർന്ന ഫീലിംഗ് ആയിരിക്കും എൻ്റെ ഉമ്മയിൽ. എത്ര അകന്നു കഴിഞ്ഞാലും എത്ര ദൂരത്തുനിന്ന് വിളിച്ചു പറഞ്ഞാലും ഒക്കെ ഉണ്ടാവുക. നമ്മൾ ഉപ്പാപ്പയായതിനു ശേഷം നമ്മുടെ ഉമ്മയോട് പറഞ്ഞാലും ആ ഉമ്മയിൽ ഉണ്ടാകുന്ന ഫീലിംഗ് ലോകത്ത് വേറെ ശാരീരികമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരാളിലും ഉണ്ടാവില്ല. അത് അല്ലാഹു വെച്ചിരിക്കുന്ന റഹ്മത്താണ്. എനിക്കൊരു പനി വന്നെന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ആൻസർ, അതിൻ്റെ ടോൺ, എൻ്റെ ഉമ്മയോട് പറയുമ്പോൾ എൻ്റെ ഉമ്മയിൽ നിന്ന് കിട്ടുന്ന പ്രതികരണത്തിന്റെ ടോൺ, രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടും വളരെ വ്യത്യാസമുള്ളതായിരിക്കും. അത് ഭാര്യയുടെ കുറവോ മറ്റൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പരാതി പറയേണ്ടതല്ല. അല്ലാഹു തആല വെച്ചിരിക്കുന്ന റഹ്മത്ത് രണ്ടുപേരുടെയും കൽബിൽ വ്യത്യസ്തമാണ്. അത് എത്ര വലുതായാലും എത്ര അകന്നു കഴിഞ്ഞാലും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മയേക്കാൾ നമ്മുടെ വേദനയിൽ വേദനിക്കുന്നവരാണ്. ആ ഉമ്മയേക്കാൾ നമ്മുടെ വേദനയിൽ നൊമ്പരപ്പെടുന്ന നേതാവാണ്. നമ്മുടെ ഉപ്പയേക്കാൾ നമ്മുടെ വേദനയിൽ നൊമ്പരപ്പെടുന്ന നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് മുൻഗാമികൾ എഴുതുന്നത്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي
ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജനനത്തിന് മുമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്ത നേതാവാണ്. നമ്മളുടെ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് കാരുണ്യത്തിന്റെ കവാടങ്ങൾ ഒരുക്കി വെക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്ത നേതാവാണ് അർ-റഹ്മത്തുൽ മുഹ്ദാ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. നമ്മൾ ഈ ലോകത്ത് നമ്മെ ഉമ്മ പ്രസവിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാരുണ്യം കാണിച്ച് നമ്മെ ഓർത്ത് കരഞ്ഞ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാനതിന്റെ സംഭവങ്ങളിലേക്ക് കടന്നാൽ നേരം മതിയാവില്ല. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഉമ്മ പ്രസവിച്ച് ലോകത്തേക്ക് വരുന്നതിന് മുമ്പ്, അതിനെത്രയോ നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി തങ്ങളിരുന്ന് കരയുകയാണ്. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് തങ്ങളെ കരയുന്നത്, എന്തിനാണ് തങ്ങളെ കരയുന്നത്? അതെ, നമുക്ക് വേണ്ടിയായിരുന്നു അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത്. ഫൈദാ റഹിംത ഫഅൻത ഉമ്മുൻ അം അബൂ ഹാദാനി ഫിദ്ദുനിയാ ഹുമർ റഹമാഉ. ഒരു മഹാൻ അങ്ങനെയാണ് പാടിയത്, ഫൈദാ റഹിംത ഫഅൻത ഉമ്മുൻ അം അബൂ. തങ്ങൾ കരുണയങ്ങ് ചൊരിഞ്ഞാൽ തങ്ങളെ അവിടുന്ന് ഉമ്മയുമാണ് ഉപ്പയുമാണ്. ഹാദാനി ഫിദ്ദുനിയാ ഹുമർ റഹമാഉ. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കേന്ദ്രങ്ങൾ, ഭൗതിക ജീവിതത്തിലെ കാരുണ്യത്തിന്റെ കേന്ദ്രങ്ങൾ അവരാണ്. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അതാ ഒന്നുകൂടി വ്യക്തമാക്കി പാടിയതാണ്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലയോ തങ്ങളെ, അവിടുന്ന് ഉമ്മയാണ്, അവിടുന്ന് ഉപ്പയാണ്. അല്ല അല്ല, അവിടുന്ന് ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ അവിടുന്ന് ഞങ്ങൾക്ക് വളരെയേറെ കാരുണ്യം ചൊരിഞ്ഞവരാണ്. ഞങ്ങൾക്ക് വളരെ വളരെ കടമയുള്ളവരാണ്. ഞങ്ങളോട് വാത്സല്യം കാണിച്ചവരാണ്. അവരിൽ കാണാത്ത എത്ര ഉയർന്ന മഹത്വമാണ് തങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടൊരു സ്വലാത്ത് സലാം മദീനത്തേക്ക് ചൊല്ലുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. അല്ലാഹു തആല നമ്മുടെ ഈ സ്വലാത്ത് സലാമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ മാതാപിതാക്കളിൽ കാണാത്ത വലിയ കാരുണ്യം
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുകയാണ്. ആ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. തങ്ങൾക്ക് അപ്രിയമായ ഒരു കാര്യവും നമ്മളിൽ വരാൻ പാടില്ല. എന്റെ പുതിയ തലമുറയിലെ സഹോദരന്മാരോട് വളരെ വിനയത്തോടെ പറയാനുള്ളത് അതാണ്. കൂട്ടുകാരാ, നമ്മൾ ഏതു ചെയ്യുമ്പോഴും എന്തു ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയമുള്ളതാണോ, അവിടുത്തെ ഇഷ്ടമുള്ളതാണോ എന്ന ഒരാലോചന നമുക്ക് വേണം. ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തെക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ. ഇന്നിവിടെ നമ്മൾ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അത് സാന്ത്വന കേന്ദ്രമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തേ കാരണം? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശരണരെ സഹായിക്കുന്നതിന്, രോഗികളെ പരിചരിക്കുന്നതിന്, പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിന്, വേദന അനുഭവിക്കുന്നവർക്ക് സമാധാനിപ്പിക്കുന്നതിന് ഇത്രമേൽ സേവനം ചെയ്തു കാണിച്ചു തന്ന ഒരു നേതാവും വേറെയില്ല. സുപ്രസിദ്ധമായി ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ ഏറെ കേട്ടിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഹബീബായ തങ്ങളുടെ സേവന മേഖല എത്ര വലുതാണ്. യതീമുകളെ സഹായിക്കുന്നവരാണ്. വിധവകൾക്കോ അവർക്ക് വേണ്ട അസഹായങ്ങൾ ചെയ്തു കൊടുത്തവരെ പരിചരിക്കുന്നവരാണ്. രോഗികൾക്ക് ആശ്വാസം നൽകുന്നവരാണ്. എവിടെയാണോ സാന്ത്വനം വേണ്ടത് അവിടെ സാന്ത്വനം നൽകിയിരുന്നവരാണ്. അത് മുത്തുനബി തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നീ പ്രഭാഷണത്തിന്റെ മുന്നോടിയായി അത്തരമൊരു കാരുണ്യ കേന്ദ്രം ഇവിടെ തുറന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സഹായിച്ചവർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അത് ഏറെ വിപുലമായി ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമാക്കി അല്ലാഹു വളർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ള കൂട്ടുകാരാ, രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ പോയിന്റും നമ്മൾ ആലോചിക്കണം. എന്റെ ഹബീബിന് ഇഷ്ടമാണോ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയമാണോ എന്ന ഒരാലോചന വേണം മോനെ. നമ്മൾ നിരന്തരമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഓരോ സെക്കൻഡും എന്ന നിലയിൽ നമ്മൾ അതിനോട് ബന്ധപ്പെടുന്നവരാണ്. അത്തരം വസായിലുകളെ, മീഡിയകളെ മാറ്റിവെക്കണമെന്ന് പറയാൻ നമ്മളില്ല. ആളുകളുടെ നിത്യജീവിതത്തിലേക്ക് ലയിച്ചിരിക്കുകയാണ്. എന്നാൽ അതിൽ അരുതേത്, അരുതാത്തതേത് എന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ സമീപിക്കാനുള്ള ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരു കൂട്ടുകാരൻ മറ്റൊരാൾ എഴുതുന്ന സ്വകാര്യ കുറിപ്പിലേക്ക് നീ എത്തി വലിഞ്ഞു നോക്കിയാൽ ആ നോട്ടം വരെ നരകത്തിലേക്കുള്ള നോട്ടമാണ്. ഒരാളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ വലിയ കണിശമായ ഒരു നിയമമാണ്. ഒരാളുടെ പ്രൈവസിയിലേക്ക് കടക്കാൻ പാടില്ല. ഒരാളുടെ സ്വകാര്യതയെ ഭേദിക്കാൻ പാടില്ല. ഒരാളുടെ അഭിമാനത്തെ ഭേദിക്കാൻ പാടില്ല. അറഫയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞ വളരെ വിലപ്പെട്ട സുപ്രസിദ്ധമായ അറഫ പ്രഭാഷണത്തിലെ ഒരു പരാമർശവും അതാണ്. നിങ്ങളുടെ അഭിമാനത്തിന് മൂല്യമുണ്ട്. ഒരാളും ഒരാളുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരാളുടെയും സ്വകാര്യതയിൽ കയ്യേറാൻ പാടില്ല.
ഇത് രണ്ടും ഗുരുതരമായ തെറ്റാണ്. ഈ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന മുഴുവൻ ആഭാസങ്ങളും എത്രയോ ആളുകളുടെ അഭിമാനത്തെയാണ് കയ്യേറ്റം ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ഗ്രൂപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ട് നീ പുറത്തു കുറെ സ്വലാത്ത് ഗ്രൂപ്പിൽ മെമ്പറായത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ ഒരു കാര്യമാണ്. ഒരാളുടെയും സ്വകാര്യതയിൽ കടക്കാൻ പാടില്ല മോനെ. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല. അത് വളരെ മോശമായ ഹീനമായ കുറ്റമാണ്. അത് വലിയവരാവട്ടെ ചെറിയവരാവട്ടെ, ആലിമീങ്ങളാണെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. സ്വാലിഹീങ്ങളെ ആണെങ്കിൽ നിങ്ങൾ കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ്. ഏതായാലും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ പോലും അഭിമാനത്തെ ക്ഷതം വരുത്താൻ നമുക്ക് അവകാശമില്ല. അവനിഷ്ടമില്ലാത്ത ഒരു ഫോട്ടോ നീ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അവനിഷ്ടമില്ല. ഒരുത്തൻ ഇരുന്ന് ഉറങ്ങുകയാണ്. ചിലർ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ അവരറിയുന്നില്ലല്ലോ, അവരുടെ ആത്മാവ് അല്പമൊന്ന് വിട്ടുനിൽക്കുകയല്ലേ. ഉറക്കത്തിൽ ആരും കരുതി കൂട്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അവന്റെ ഉറക്കം കണ്ടപ്പോൾ ചിലപ്പോൾ ഒരു അഭംഗിയുള്ള രീതിയിൽ അവൻ ഉറങ്ങുകയാണ്. നീ അത് ഫോട്ടോ എടുത്തിട്ട് മറ്റുള്ളവർക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അതിവൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് മോനെ. അല്ലാഹുവിന്റെ അടുക്കൽ കണക്ക് പറയേണ്ട കുറ്റമാണ്. കാരണം ഇവന്റെ അഭിമാനത്തിന് പ്രാധാന്യമുണ്ട്. ഒരാളുടെ വീട്ടിൽ അവന്റെ മുറിയിൽ കഴിയുമ്പോൾ പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കടന്നു ചെല്ലാൻ നിനക്ക് അവകാശമില്ല. കാരണം അവനവന്റെ പ്രൈവറ്റ് റൂമിലാണ്. ചിലപ്പോൾ അവനൊരു അരത്തുണിയെ ഉടുത്തിട്ടുള്ളൂ എന്ന് വരാം. ചിലപ്പോൾ അവന്റെ സ്വകാര്യതകൾ തന്നെ അവൻ ചിലപ്പോൾ ഓപ്പണാക്കി എന്ന് വരാം. അവന്റെ സ്വകാര്യ മുറിയാണ്, അവന് പ്രൈവസിക്കുള്ളതാണ്. നീ പെർമിഷൻ ഇല്ലാതെ ആ റൂമിൽ കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞതാരാണ്? കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ നിന്നോട് പറഞ്ഞിട്ട് നീ ഒരുത്തന്റെ അഭിമാനത്തിലേക്ക് കയ്യേറ്റം നടത്തിയാൽ അത് ലോകത്തുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നീ ഷെയർ ചെയ്താൽ അത് വലിയ കുറ്റമാണ്. അത് ഹബീബായ തങ്ങൾക്കിഷ്ടമുള്ള കാര്യമല്ല. ഒരാളുടെ അഭിമാനമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ മൂല്യമുള്ളതാണ്. നീ അത് തൊട്ട് കളിക്കാൻ പാടില്ല. നിനക്ക് അവകാശമില്ല. ആയുധം കൊണ്ട് ഒരുത്തനെ ആക്രമിക്കാൻ പാടില്ലാത്തതുപോലെ, നാവ് കൊണ്ട് ചീത്ത വിളിക്കാൻ പാടില്ലാത്തതുപോലെ, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒന്നും ചെയ്യാൻ നിനക്ക് അവകാശമില്ല. എത്ര ഭദ്രമായ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നിട്ട് മുസ്ലിം ചെറുപ്പക്കാരാ, നമ്മൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധയോടോ അല്ലാതെയോ എത്രയാളുകളുടെ സ്വകാര്യതയാണ് ഭേദിക്കുന്നത്, എത്രയാളുകളുടെ അഭിമാനമാണ് ക്ഷതം വരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അത്തരം കുറ്റങ്ങളിൽ നിന്റെ ഏകപക്ഷീയമായ തൗബ മാത്രം പോരാ, പൊറുക്കലിനെ തേടല് മാത്രം പോരാ. എന്റെ അടുക്കൽ നിന്നൊരു തെറ്റ് വന്നുപോയി, മറ്റൊരുത്തനുമായി ബന്ധമില്ലാത്ത തെറ്റാണെന്ന് വെച്ചോളൂ. എന്നാൽ ഞാൻ എന്റെ ഖാലിഖായ റബ്ബിനോട് ഇങ്ങനെ തേങ്ങിക്കരഞ്ഞു ദുആ ചെയ്താൽ മതി, അല്ലാഹുവോട് തൗബ ചെയ്താൽ മതി. അവൻ ഔദാര്യമുള്ളവനാണ്, അവൻ പൊരുത്തപ്പെട്ടു തന്നേക്കാം.
അതേ സമയത്ത് മറ്റൊരുത്തന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയോ അവന്റെ സ്വകാര്യതയെ ഭേദിക്കുകയോ ചെയ്തിട്ട് നീ ഒറ്റയ്ക്കിരുന്നങ്ങ് ദ്വാരുന്നാ മാത്രം പോരാ. നീ ആരുടെ അഭിമാനമാണോ നീ ചോദ്യം ചെയ്തത്, അവരുടെ പൊരുത്തം വാങ്ങാതെ നിന്റെ തൗബ വിഷയത്തിൽ തൗബയാവുന്നില്ല. പശ്ചാത്താപമാകുന്നില്ല. അല്ലാഹുവോട് മാപ്പിരക്കൽ റെഡിയാവൂല. എന്റെ പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളിലേക്കൊന്ന് ആലോചിച്ചു നോക്ക്. ഇത്രയുള്ള എത്രയെത്ര തെറ്റുകളാണ് ഇത്തരത്തിൽ വന്നു പോയതെന്ന് ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കുറ്റമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരികളുടെ, നിങ്ങളുടെ അയൽവാസികളുടെ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഒരാളുടെയും ന്യൂനത പറയാനോ ഷെയർ ചെയ്യാനോ അവകാശമില്ല. ചാറ്റിങ്ങിന്റെ ലോകത്ത് വാട്സപ്പ് കൂടി അങ്ങ് കിട്ടിയപ്പോൾ നേരത്തെ നാവ് കൊണ്ട് പറയുന്ന തെറ്റുകളാണെങ്കിൽ ഇന്ന് കൈകൊണ്ടതാ ഒപ്പിട്ടുവിടുകയാണ്, ശബ്ദമായി അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ്, ഷെയർ ചെയ്യുകയാണ്. എത്രയെത്ര ആളുകളുടെ അനിഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്, ഷെയർ ചെയ്തു പോയത്. അല്ലാഹുവിൽ നിന്ന് പൊറുക്കല് വേണോ? അവരോട് പൊരുത്തം വാങ്ങിയിട്ട് തൗബ ചെയ്തോ? അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാവുന്നതെല്ലാം ചെയ്തിട്ട് നീ മറ്റുള്ളവരുടെ അഭിമാനത്തിനോ സ്വകാര്യതയ്ക്കോ കയ്യേറ്റം നടത്തുന്നത് ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ചെയ്യല്ലേ മക്കളെ, ചെയ്യല്ലേ കൂട്ടുകാരെ. ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഉമ്മപെങ്ങന്മാരോട് പ്രത്യേകം നസീഹത്ത് ചെയ്യുകയാണ്. ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട. എന്നാൽ ഇത്തരം സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഹൈറായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഹൈറുകളൊക്കെ നടന്നോട്ടെ, കുഴപ്പമില്ല. എല്ലാത്തിനും മിതത്വം വേണം, എല്ലാത്തിനും അതിൻ്റെതായ നിബന്ധനകൾ പാലിക്കണം. ഓരോ കാലത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സംവിധാനങ്ങൾ. അതിൽ നിന്നെല്ലാം ആവശ്യമുള്ളത് മാത്രമേ നീ എടുക്കാൻ പാടുള്ളൂ. നിനക്ക് അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡം വേണം. ആ മാനദണ്ഡം എന്താണ്? അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിക്കുക എന്ന മാനദണ്ഡമാണ്. ആ മാനദണ്ഡത്തിനപ്പുറത്തേക്ക് ഏതു മേഖലയിലും പോകാൻ പാടില്ല, ഒരു വഴിയിലും കടന്നു വരാൻ പാടില്ല. ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമേതാണ്? തങ്ങളുടെ ജീവിതചര്യകളെ നമ്മളിലേക്ക് കൊണ്ടുവരലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ലാതെ ഹബീബിലേക്ക് അടുക്കാൻ വേറെ മാർഗമില്ല. അതുകൊണ്ട് നന്നായി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾക്ക് പ്രാധാന്യം നൽകി അതിലുപരിയായി നമ്മുടെ ഉള്ളിലുള്ള ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു ഞാൻ. എത്ര രാവിൽ ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു ഞാൻ. ഇഷ്കത്തിൽ തേടയാറാഹിമേ, ഇഷ്ടമേകിടയാറാഹിമേ. ഇഷ്കത്തിൽ തേടയാറാഹിമേ, ഇഷ്ടമേകിടയാറാഹിമേ. എത്ര രാവിൽ ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു ഞാൻ. എത്ര രാവിൽ ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു ഞാൻ.
കഅബ കണ്ടിടുവാൻ കൽബിൽ കൊതിയേറെയായി കണ്ണിൽ വിരിഞ്ഞിടുമാ ചാര ചെന്നെത്തുവാൻ. കഅബ കണ്ടിടുവാൻ കൽബിൽ കൊതിയേറെയായി കണ്ണിൽ വിരിഞ്ഞിടുമാ ചാര ചെന്നെത്തുവാൻ. മോഹം നീ തീർത്തിടണേ മുത്തിച്ചാരേ അണച്ചിടണേ. മുത്തമേകി സലാം ചൊല്ലുവാൻ മുത്തമിട്ടാശ തീർത്തിടുവാൻ. എത്ര രാവിൽ ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു ഞാൻ. എത്ര രാവിൽ ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു ഞാൻ. ഇഷ്ക് തീർത്തിട് യാ റാഹിമേ, ഇഷ്ടമേകിട് യാ റാഹിമേ. ഇഷ്ക് തീർത്തിട് യാ റാഹിമേ, ഇഷ്ടമേകിട് യാ റാഹിമേ. എത്ര രാവിൽ ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു ഞാൻ. എത്ര രാവിൽ ഏകനായി തേടിടുന്നു ഞാൻ, ഏകനായ റാഹിമിലായി തേടിടുന്നു. സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ മക്കൾ അറിയുന്നില്ല. നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന പവിത്രമായ സ്വർഗം അവർക്കൊന്ന് പരിചയപ്പെടുത്തിയാൽ അവർ ആഗ്രഹിക്കുമായിരുന്നു, ഞങ്ങൾക്ക് സ്വർഗം വേണമെന്നവരെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് സ്വർഗം വേണമെന്ന് പറയാൻ മക്കളില്ല. കാരണം അവർക്ക് അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗത്തെക്കുറിച്ചുള്ള വിവരം അവരുടെ പക്കലില്ല. അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗം അവരറിയുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിലേക്ക് മനോഹരമായി ഖുർആനിന് സ്വർഗത്തിന്റെ ആഖ്യാനം നൽകിയിട്ടുണ്ട്. എന്താണ് നൽകുന്നതെന്നറിയുമോ? അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളായ ആളുകൾ അവരാരാണ്? വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون. എത്ര മനോഹരാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സ്വർഗത്തിന്റെ ആനന്ദങ്ങളെ. ഒരിടത്തല്ല, ഒരുപാട് പ്രാവശ്യം പരിശുദ്ധമായ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ നല്ല മനോഹരമായ സപ്രപഞ്ചങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് ചാരിക്കിടക്കാൻ കഴിയും. അതിൽ നല്ല പഴവർഗ്ഗങ്ങളുണ്ട്, നല്ല ഉദ്യാനങ്ങളുണ്ട്. ദുനിയാവിൽ വെച്ച് നിങ്ങളെ കഴിച്ചാൽ അതിന്റെ വേസ്റ്റ് നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും. എന്നാൽ ആഖിറത്തിലെ ഭക്ഷണത്തിന് അങ്ങനെയില്ല. സ്വർഗത്തിലെ ഭക്ഷണത്തിന് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതില്ല. സ്വർഗത്തിലെ പാനീയം കഴിച്ചാൽ നിങ്ങൾക്ക് യൂറിനേറ്റ് ചെയ്യേണ്ടതില്ല. ഒരഴുക്കുമില്ല, ഒഴിവാക്കേണ്ടതൊന്നുമില്ല.
അങ്ങനെയുള്ള സുന്ദരമായ പാനീയങ്ങളുടെ, ഭക്ഷ്യപദാർത്ഥങ്ങളുടെ, സസ്യലതാദികളുടെ, പഴവർഗ്ഗങ്ങളുടെ, ഒന്നാന്തരം നിങ്ങൾക്ക് മനോഹരമായ മാംസങ്ങളുടെ എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂന വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളുണ്ട്, ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങളും എല്ലാം അതിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുവട്ടവും നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ആരാണ്? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. നിങ്ങൾക്കതാ മനോഹരമായ പളുങ്കുപാത്രങ്ങളിൽ പാനീയങ്ങളുമായി നിത്യ സുന്ദരന്മാരായ ഓമന മക്കൾ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ്. ആ സ്വർഗോദ്യാനത്തിന്റെ മനോഹാരിത ഖുർആനിൽ ഇങ്ങനെ പറയുന്നത് അൽ ഇൻസാൻ സൂറയിലൂടെ, വാഖിഅ സൂറയിലൂടെ നമ്മുടെ മക്കളങ്ങ് ഓതി പഠിച്ചാൽ അവരിങ്ങനെ ആഗ്രഹിക്കും, ഹിയ ജന്നത്തും ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. എന്തൊരു സ്വർഗം! ഈ സ്വർഗം നമ്മുടെ കുട്ടികൾക്ക് ഇത് കേൾക്കാനുള്ള ഭാഗ്യമില്ല. വാപ്പാക്കും ഉമ്മാക്കും ഡ്യൂട്ടി ഉണ്ട്. KG പ്രായത്തിന് മുമ്പ് അവരെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പല സ്വപ്നങ്ങളുണ്ട്. ശരിയാണ്. ദുനിയാവിൽ നല്ലൊരു വീട് വേണം, അത് ശരിയാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ അവർക്ക് കിട്ടേണ്ട അനന്തമായ ഒരു സ്വർഗത്തെ പരിചയപ്പെടുത്താനുള്ള നേരം നമുക്കുണ്ടായില്ല. പിന്നെ എങ്ങനെ നമ്മുടെ കുട്ടികൾ സ്വർഗത്തെ ആഗ്രഹിക്കുക? എങ്ങനെ ആഗ്രഹിക്കും? നമ്മുടെ കുട്ടികൾക്ക് നന്നായി സ്വർഗം പരിചയപ്പെടുത്തണം. എന്നാൽ അവര് ഒരു ഊട്ടിയിലും ഒരു കൊടൈക്കനാലിലും ഒരു വീഗാലാൻഡിലും ഒരു ഹാപ്പി ലാൻഡിലും ഒരു ബംഗളൂരുവിലും ഒരു മുഗൾ ഗാർഡനിലും പോകുന്നതിനേക്കാൾ വലിയ ആനന്ദത്തോടെ അവര് കാത്തിരിക്കും. അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗമാണ്. ആ സ്വർഗമോ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും അതിന്റെ മനോഹാരിത കേട്ടിട്ടില്ല, ഒരു കണ്ണുകൊണ്ടും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതിന്റെ എല്ലാം എത്രയോ അപ്പുറമാണ് അല്ലാഹുവിന്റെ സ്വർഗമെന്ന് നിങ്ങളുടെ മക്കളൊന്ന് മനസ്സിലാക്കിയാൽ അവരത് കൊതിക്കുമല്ലോ, അത് മോഹിക്കുമല്ലോ. അങ്ങനെ സ്വർഗം പരിചയപ്പെടുത്തപ്പെട്ട കുട്ടികളോട് ലാ യദ്ഖുലുൽ ജന്നത മൻ കാന കദാ വകദാ വകദാ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേദനയോ. മോൻ ഇങ്ങനെ ചെയ്താൽ സ്വർഗം കിട്ടൂല. അല്ലോ, സ്വർഗം കിട്ടൂലല്ലേ, എനിക്ക് സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് മോനെ അത് ചെയ്താൽ സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞാൽ അവരെന്താ മനസ്സിലാക്കുക? സ്വർഗം അറിയില്ല, സ്വർഗം അറിയില്ല. പിന്നെ എങ്ങനെയാണ് അവർ സ്വർഗത്തെ മോഹിക്കുക? അല്ലാഹുവിന്റെ ഖുർആൻ സ്വർഗത്തെ പരിചയപ്പെടുത്തിയത് അറിഞ്ഞുകൊണ്ട് മോഹിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നന്മ ചെയ്യാൻ വേണ്ടിയാണ്, അതുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ മക്കൾക്കും സ്വർഗമറിയുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ മക്കൾ അറിയേണ്ടവരെ അറിയുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവരവരെ പോലെ ആകാൻ ആഗ്രഹിക്കുമായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഇന്നറിയാം കുറെ സയന്റിസ്റ്റുകളെ, കുറെ കളിക്കാരെ, കുറെ ഗുസ്തിക്കാരെ, കുറെ ചാട്ടക്കാരെ, കുറെ ഓട്ടക്കാരെയൊക്കെ അറിയും. അപ്പൊ നമ്മുടെ മക്കൾ വിചാരിക്കുക അതുപോലൊക്കെ ആവണം, എനിക്കൊന്ന് ഗുസ്തി പിടിക്കണം, എനിക്കൊന്ന് കോടികൾ കിട്ടും, എനിക്കൊന്ന് ചാടണം, എനിക്കൊന്ന് ഓടണം എന്നൊക്കെ നമ്മുടെ കുട്ടികൾ ഇന്ന് ആഗ്രഹിക്കുന്ന എന്താ? അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് അവരറിയുന്നു. അതുകൊണ്ടാണ് അവരുടെ പേഴ്സണാലിറ്റി നമ്മുടെ കുട്ടികൾ അറിയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ അവരുടെ പേരുകൾ ബനിയനിൽ കൊത്തിയിട്ട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ നമ്പറുകളുള്ള കുപ്പായം നമ്മുടെ മക്കൾ ധരിക്കുന്നത്. അവരെ അറിയുന്നത് കൊണ്ടാണ്.
നമ്മുടെ മക്കളെങ്ങാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ നേരെ ഒന്നറിഞ്ഞിരുന്നെങ്കിൽ, ഇവിടുത്തെ യുവാക്കൾ മോഹിച്ചേനെ ഞാനൊരു ഉമറുൽ ഫാറൂഖ് ആയിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ മക്കളെ സ്വലാഹുദ്ദീൻ അയ്യൂബിയെ ഒന്നറിഞ്ഞിരുന്നെങ്കിൽ അവര് മോഹിച്ചേനെ ഞാനൊന്ന് സ്വലാഹുദ്ദീൻ അയ്യൂബി ആയിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ മക്കളെ ഉമറുൽ മുഖ്താറിനെ അറിഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിച്ചേനെ ഞാൻ അതുപോലെ ഒന്നായിരുന്നെങ്കിൽ എന്ന്. അതുപോലെ മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ മക്കളൊന്ന് നേരെ അറിഞ്ഞിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചേനെ ഞാൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ മക്കളെ ഇമാമുന ശാഫിഈ തങ്ങളെയും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെയും ഇമാം മാലിക് തങ്ങളെയും ഇമാം അബൂ ഹനീഫ തങ്ങളെയും ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെയും ആത്മജ്ഞാനികളെയും ഇസ്ലാമിന്റെ മുന്നേറ്റ വഴികളിലെ പോരാളികളെയും നമ്മുടെ മക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചേനെ ഞാൻ അതുപോലെ ഒന്നായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നമ്മുടെ മക്കൾക്കറിയില്ല. എന്തിനേറെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മക്കൾക്ക് അറിയില്ല. അറിഞ്ഞെങ്കിൽ അവർ മോഹിച്ചേനെ. ഓ, എനിക്ക് ആ മുത്തുനബി തങ്ങളുടെ അനുയായി ആവണം, ഒരു മുഹിബാവണം, ഒരു സ്നേഹിയാവണം, ഒരു ഇഷ്ടനാവണം, ഒരു ഹാദിമാവണം എന്ന് നമ്മുടെ മക്കൾ കൊതിക്കണമെങ്കിൽ ഹബീബായ തങ്ങളെ അവതരിപ്പിക്കണം. പക്ഷെ നമുക്കതിന് നേരല്ല, നമ്മുടെ മക്കൾക്കറിയില്ല. അതുപോലെയാണ് എൻ്റെ പ്രിയമുള്ള പെങ്ങന്മാരോട് വളരെ വിനയത്തോടെ ഈമാനിന്റെ സ്നേഹത്തോടെ പറയട്ടെ, ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളെയും മഹിളാരത്നങ്ങളെയും നമ്മുടെ മക്കളും അറിഞ്ഞിരുന്നെങ്കിൽ ആ പ്രിയപ്പെട്ട പെൺമക്കൾ ആഗ്രഹിക്കുമായിരുന്നു ആ നഫീസത്തുൽ ഇൽമി വൽ മഅരിഫ. 1000 കൊല്ലം മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ 270 പരം കറാമത്തുകളാണ് മഹദിയുടേതായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ ഇപ്പോഴും അതാ ഈജിപ്തിലെ കൈറോ സിറ്റിയുടെ വിരിമാറിൽ ലോകത്തുള്ള കോടാനകോടി വരുന്ന വിശ്വാസികളുടെ അധരങ്ങളിലും ആത്മാവിലും മന്ത്രത്തിലും സ്നേഹത്തിലും ലയിച്ചു നിൽക്കുന്ന നാമത്തിന്റെ ഉടമയായ ബീവി നഫീസ റളിയല്ലാഹു അൻഹയെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ പൊന്നുമോള് കൊതിച്ചേനെ എനിക്കൊന്ന് നഫീസ ഉമ്മാന്റെ അനുയായി ആവണമെന്ന്. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നഫീസ റളിയല്ലാഹു അൻഹയെ അറിയുന്നില്ല. ഏതോ വെള്ളിത്തിരയിലെ തോന്നിവാസികളായ ത്രിനാമങ്ങളെയാണ് അവർക്കറിയുന്നത്. അവര് നല്ലവരുടെ നാമം അറിയുന്നില്ല. നല്ലവരെ അവരറിയുന്നില്ല. കാരണം നമുക്ക് അവതരിപ്പിച്ചു കൊടുക്കാൻ താല്പര്യമില്ല, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും ഇല്ല, അതിനുള്ള സംവിധാനവും ഇല്ല, നമുക്കതിനുള്ള യാതൊരു മേഖലയുമില്ല. അല്ലെങ്കിൽ അവരാഗ്രഹിക്കുമായിരുന്നു. കാരണം എന്താ, നമ്മുടെ കുട്ടികളിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് ഒരുപാട് ആളുകളുടെ പേരും അസൈൻമെന്റ് പ്രോജക്റ്റും ഒക്കെ ആയിട്ട് അവരുടെ ഹിസ്റ്ററിയും അവരുടെ അതും ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ 10,000 മടങ്ങ് ഉന്നതങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ മഹാന്മാരെല്ലാം, മഹദികളെല്ലാം. നിങ്ങൾ പഠിക്കുന്ന ന്യൂട്ടൻ ഒരു ചെറിയ യോഗ്യത മാത്രമേ അയാൾക്കുള്ളൂ. നമ്മൾ വലിയ സംഭവമായിട്ട് പഠിക്കുകയാണ്. ഐൻസ്റ്റൈൻ അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം, അങ്ങനെ കുറെ നാമങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അറിയും. അവരുടെയൊക്കെ 1000കണക്കിന് മടങ്ങ് അപ്പുറത്ത് ദിശണ കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്, ജീവിതം കൊണ്ട്, സാമർഥ്യം കൊണ്ട്, അധികാരം കൊണ്ട്, പ്രഭുത്വം കൊണ്ട് ഉന്നതങ്ങളിൽ നിൽക്കുന്ന മഹാന്മാരാണ് നമ്മുടെ അയലാമുകൾ, നമ്മുടെ നേതാക്കൾ. നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. അറിഞ്ഞാലല്ലേ അവർ മോഹിക്കൂ, അറിഞ്ഞാലല്ലേ അവരതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കൂ. ആഗ്രഹിക്കാനുള്ള പരിചയം നമ്മൾ നൽകുന്നില്ല. മഹാന്മാരായ ഇമാമിങ്ങളെ നമ്മുടെ മക്കൾ അറിയുന്നില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ ആഗ്രഹിച്ചു പോയേനെ. ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ 1/10 അംശം ബുദ്ധി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. കാരണം എന്താ, ഇപ്പോഴും യൂറോപ്യന്മാരെഴുതുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഹൂ ക്യാൻ വിൻ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളുടെ മുഴുവനും അതിന്റെ ബേസിക് റെഫറൻസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ രചനകളാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ രചനകളാണ്.
ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകളും അവിടുത്തെ ബൗദ്ധികമായ വ്യാഖ്യാനങ്ങളും ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള ഇമാമിയങ്ങൾ നമ്മുടെ മക്കൾ അറിയുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരോട് വളരെ വിനയത്തോടെ പറയുകയാണ്, ഹബീബായ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ മക്കൾക്കൊന്ന് പരിചയപ്പെടുത്തണേ. ആ ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ കഥകളൊന്ന് പറഞ്ഞു കൊടുക്കണേ. അവരാവർത്തിച്ചാവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവരതിനോട് ലയിച്ചു ചേർന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഹബീബായ തങ്ങളെ അവർക്ക് മാറ്റിവെക്കാൻ കഴിയൂല. കാരണം ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ കേന്ദ്രമേതാണ്? ഏതെങ്കിലും ക്യാമ്പസിൽ നിന്ന് മിന്നിമറയുന്ന കൂട്ടുകാരനല്ല, വീട്ടിൽ നിന്ന് താരാട്ട് പാടുന്ന ഉമ്മ പോലുമല്ല. ഏറ്റവും വലിയ സ്നേഹം തന്നതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ ഉമ്മമാര്, ഭാര്യമാര് ചില സ്ഥലത്തെങ്കിലും ഉണ്ട്, ഒരു പ്രയാസം വരുമ്പോ ഓടി അങ്ങോട്ട് പോയി, ഒരു കണക്കന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഒരു കളം വരയ്ക്കുന്നതിന്റെ അടുത്ത് പോയി, അവിടെ പോയി ഇവിടെ പോയി. അവരറിയുന്നില്ല ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഇമാമെ അഹ്മദ് ഖാൻ ഫാദിലെ ബറേൽവി തങ്ങൾ അതാ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് ലക്നോയിലേക്ക് പോകുന്ന റൂട്ടിൽ ബറേലി ഷരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാം അഹ്മദ് ഖാൻ തങ്ങള് ഉമ്മയോടൊപ്പം ഹജ്ജിന് വേണ്ടി പോവുകയാണ്. കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. അതാ നടുക്കടലിലെത്തിയപ്പോൾ കപ്പലാടി ഇളകാൻ തുടങ്ങി. അതാ അലമാലകൾ ഉയരുകയാണ്, കപ്പൽ ഉലയുകയാണ്. ഉമ്മ ഇരുന്ന് കരയുന്നു. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്തിനാ കരയുന്നത് ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ ഇവിടങ്ങ് മരണപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിലല്ല ഞാൻ കരയണത്. ഞാൻ മരിച്ചുപോയ ഒരു സ്ത്രീ മരിച്ചു എന്നല്ലാതെ പിന്നെന്താ. പക്ഷെ നിന്നെപ്പോലെ വലിയൊരു മഹാൻ, ഒരു പണ്ഡിതൻ ഇവിടെ മരണപ്പെട്ടു പോകുന്നത് എനിക്ക് സഹിക്കുന്നില്ല. ഉമ്മ പറഞ്ഞു, അത്രയും മോനെ പോലെ വലിയ ഒരു ആലിമീ നടുക്കടലിൽ പോകുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. അതിൽ ഉമ്മയ്ക്ക് മകനോടുള്ള വാത്സല്യമുണ്ട്, അറിവിന്റെ അമരത്തുള്ള പണ്ഡിതനോടുള്ള ആദരവുണ്ട്. ഇത് രണ്ടും പറയുമ്പോ മകനാകുന്ന ഇമാം അഹ്മദ് ഖാൻ തങ്ങൾ പറയാണ്, ഉമ്മ വിഷമിക്കണ്ട, ഈ കപ്പല് മുങ്ങൂല. എന്റെ മോനെ അങ്ങനെ പറയാനുള്ള കാരണം, എന്റെ എല്ലാമായ സയ്യിദുൽ വറാ തങ്ങളെ പഠിപ്പിച്ചതാണ്. ഒരാള് യാത്ര തുടങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ ആ യാത്രയിൽ അല്ലാഹുവിന്റെ പ്രത്യേക കാവൽ കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ, ഈ യാത്ര തുടങ്ങുമ്പോ ഞാൻ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് ഉമ്മ. അതുകൊണ്ട് ബേജാറ് വേണ്ട. മാത്രമല്ല, എല്ലാ പ്രയാസഘട്ടങ്ങളിലും നമുക്കുള്ള കേന്ദ്രം ഹബീബായ തങ്ങളാണ്. അതുകൊണ്ട് അൽ ബഹ്റു അലാ വൽ മൗജു തഗാ മിസ്ലു തുൻശദ് പൈദാ ജാനാ. മഹാനായ ഇമാം അഹ്മദ് ഖാൻ തങ്ങള് അലമാലകൾ ഉയർന്ന കപ്പൽ അതാ അടി നടുക്കടലിൽ മുങ്ങാൻ ഒരുങ്ങുന്നോന്ന് കാണുമ്പോഴും അഭയം തേടിക്കൊണ്ട് പ്രകീർത്തനം ചൊല്ലുന്നത് എവിടേക്കാണ്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി.
ഞങ്ങളാകുന്ന ഈ ഉമ്മത്ത് ഞങ്ങളുടെ അഭയമാകുന്ന പുണ്യ റസൂലിലേക്കല്ലാതെ വേറെ എവിടേക്കാണ് പോകേണ്ടത് എന്ന രീതിയിലാണ് അൽ ബഹറു അലാ വൽ മൗജു തഗാ. അലമാലകൾ ഉയരുകയാണ്, കടലിളകുകയാണ്, എല്ലാം ശരിയാണ്. 4 ഭാഷകൾ ക്രോഡീകരിച്ചുകൊണ്ട് മഹാനവറുകളെ ചൊല്ലുകയാണ്. മിസ്ലു തുൻഷദ് പൈദാ ജാനാ. തങ്ങളെപ്പോലെ ഒരാളും ജനിക്കാനില്ല, തങ്ങളുടെ തുല്യമായ ജന്മത്തിന്റെ ഉടമ ഹബീബായ തങ്ങളുടെ പ്രകീർത്തനം ചൊല്ലാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിലും മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുകയാണ്. അത് നമുക്കുള്ള രക്ഷയുടെ കവാടമാണ്. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ലുസുദു ഫീ അജാമിഹാ തജ്മീ. ഏത് പ്രയാസഘട്ടത്തിലുമുള്ള കാവലിന്റെ കേന്ദ്രമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ചോ, അവിടുത്തോട് സ്വലാത്ത് നന്നായി ചൊല്ലിക്കോ. എന്നിട്ട് ഹബീബിലേക്ക് അങ്ങെടുത്താൽ ആ ഹബീബായ തങ്ങളോട് നമ്മുടെ വേദന പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലായിരുന്നു എന്നല്ല, ഇപ്പോഴും അവിടുത്തെ ഖബർ ശരീഫിൽ ജീവിക്കുകയാണ്. ഇപ്പോഴും അവിടുത്തെ ഖബർ ശരീഫിൽ ജീവിക്കുകയാണ്. അല്ലാതെ എല്ലാവരും മദീനത്ത് പോയിട്ട് ഇങ്ങനെ മദീനത്തെ പള്ളിയും കണ്ടു പോരുമല്ല. ഹബീബായ തങ്ങൾക്ക് സലാം പറയാം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആ സലാം കേൾക്കുന്നുണ്ട്. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ ജീവിക്കുകയാണ്. ഹയ്യുൻ ഫീ ഖബരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ കിടന്നുകൊണ്ട് സലാം കേൾക്കുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഹറാ യുദ്ധത്തിന്റെ സമയത്ത് മദീനത്ത് നിന്ന് ജനങ്ങളൊന്നും ഇല്ലാതായി. വാങ്കിന്റെ സമയം അറിയാനോ വാങ്ക് വിളിക്കാനോ ഒന്നും ആരുമില്ല. നിസ്കാരത്തിന്റെ സമയം അറിയുന്നത് ബിഹംഹമത്തിൻ മിൻ ഖബരി നബി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്നുള്ള ചലനത്തിൽ നിന്നാണ്, അവിടെ നിന്നുള്ള പെരുമാറ്റത്തിൽ നിന്നാണ് അറിയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്നാണ് നിസ്കാരത്തിന്റെ സമയം ആരറിയുന്നത്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അറിയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഹയ്യുൻ ഫീ ഖബരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫിൽ വിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ പോണ ആളുകളെല്ലാം ഏതാളുകളാ? ഹജ്ജ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പോണ ആളുകളല്ല, അല്ലെങ്കിൽ പ്രൈവറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് പോണ സാധാരണ ഇന്നത്തെ ഹാജിമാരല്ല. മദീനയിലേക്ക് പോകുന്ന മഹാന്മാരായ ഇമാമിങ്ങളെ മുഴുവൻ ചെന്ന് പറഞ്ഞത്, തങ്ങൾ ഇവിടെ കിടക്കുന്നല്ലോ, ഞങ്ങളെ ഒന്ന് കാണണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യമനിൽ നിന്ന് പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, സലകനൽ ഫയാഫി വൽ ഖൈഫറ അലൻ നുജുബി. ഇന്ന് തുടങ്ങിയിട്ട് മഹാനവറുകൾ അവിടെ ചെന്നിട്ട് പറയുന്നത്, ഉഫൂദുൻ വസുവാറുൻ വളിയാഫു ഹളറതി وذرية جئناك بالشوق والحب. തങ്ങളെ ഉഫൂദുൻ വസുവാറുൻ വഅളിയാഫു ഹളറതി, ഞങ്ങൾ അവിടുത്തെ സ്വാർത്ഥവാഹക സംഘങ്ങൾ, തങ്ങളെ കാണാൻ വന്നവര്, തങ്ങളെ മുമ്പിൽ അതിഥികൾ. വദുർരിയത്തുൻ ജിനാക്, തങ്ങളുടെ മക്കൾ തങ്ങളുടെ അടുത്ത് വന്നതാണ്. ഞങ്ങൾ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ടും വന്നതാണ്. ഞങ്ങളെ വെറുതെ വിടരുത്, ഞങ്ങളെ കൈയൊഴിയരുത്.
അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് ഖുതുബുദ് ദഅവത്തി വൽ ഇർഷാദ് മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എന്തിനേറെ അതിന്റെ എല്ലാം മുൻഗാമിയായ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രായം കൊണ്ട് ഏറ്റവും മേലെയുള്ള, അതുപോലെ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ മുഴുവനും കാരണവരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക. ഹബീബായ തങ്ങളെ, തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്, നേതാക്കളിൽ നേതാവായ തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്. തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ് ഞാൻ, അങ്ങ് ബഗ്ദാദിൽ നിന്ന്, അവിടുന്ന് വന്നതാ. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് മിൻ യമൻ, അവിടുന്ന് വന്നതാണ്. മലബാറിൽ നിന്ന് പോയി ഉമർ അൽ ഖാദി റളിയല്ലാഹു അൻഹു അവിടെ ചെന്നിട്ട് തങ്ങളെ നേരിട്ട് വിളിച്ചു, തങ്ങളോട് ഇഷ്ടം പറഞ്ഞു, തങ്ങളുടെ ആദരണീയമായ സാന്നിധ്യത്തെ അനുഭവിച്ചു. ബഹുമാനപ്പെട്ട ഉമർ അൽ ഖാദി റളിയല്ലാഹു അൻഹു അനുഭവിച്ചു. ഇതുപോലെ ഓരോ മഹാന്മാരും ഹബീബായ തങ്ങളിലേക്ക് ചേരുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയുന്നുണ്ട്, നമ്മെ കാണുന്നുണ്ട്. ഇത് കേവലം ഒരു ഉപചാരത്തിന് പറയുന്നതല്ല. ഫസയറല്ലാഹു അമലകും വറസൂലുഹു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവും റസൂലും അറിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, മാന്യമായി വസ്ത്രം ധരിച്ച് ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള നിലയിൽ ജീവിച്ച് സ്വകാര്യ ജീവിതവും അല്ലാത്ത ജീവിതവുമെല്ലാം അല്ലാഹുവിന്റെ റിളയിലാവണം. ഒരു നേരത്തെ നിസ്കാരവും ഖളാവാൻ പാടില്ല. നല്ല തഖ്വയോടെ ജീവിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നബി തങ്ങളുടെ അടുക്കൽ എല്ലാവരെ കുറിച്ചും അറിയാനുള്ള സംവിധാനമുണ്ട്. അതാ ചോദിക്കുന്നു, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു. നബവി ഇമാം റളിയല്ലാഹു അൻഹു റൗള എന്ന കിതാബ് എഴുതിയപ്പോ അക്കാലത്ത് ജീവിച്ചിരുന്ന ചില മഹാന്മാര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കിനാവില്. തങ്ങളോട് ചോദിച്ചു, നബവിയെ കുറിച്ച് എന്ത് പറയുന്നു? ഷറഫുദ്ദീൻ യഹ്യ ഇബ്നു ഷറഫ് നബവിയെ കുറിച്ച്. അപ്പൊ പറഞ്ഞു, നബവിയ്യു റജുൽ, അത് ഈ സമുദായത്തിന്റെ ആൺകുട്ടിയാണ്. അപ്പോൾ ചോദിച്ചു, റൗളയെ കുറിച്ച് എന്ത് പറയുന്നു എന്ന്, റൗളത്തു ത്വാലിബീൻ എന്ന കിതാബിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന്. അപ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞ പേരുപോലെ തന്നെ വിജ്ഞാനത്തിന്റെ ഒരു പൂന്തോട്ടമാണത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി അയിമത്ത് രേഖപ്പെടുത്തിയതാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഓരോന്നിനെ കുറിച്ചും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും. അപ്പോഴെല്ലാം തങ്ങൾ എന്നോട് വലിയ സന്തോഷം പങ്കുവെക്കും. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ വേദന പറയും. അപ്പോൾ തങ്ങൾ എന്നെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, മോനെ, അന വഹറുക വഅന സനദുക, ഞാൻ മോനെ താങ്ങും തണലുമാണ്, ബേജാറ് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സാന്ത്വനിപ്പിക്കാറുണ്ട് എന്ന് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഖൽബ് സ്വലാത്തു ചൊല്ലി മദ്ഹ് ചൊല്ലി ഹബീബായ തങ്ങളിലേക്ക് ചേർന്ന് എല്ലാ വൃത്തികേടുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ.
കണ്ണുകൊണ്ട് തോന്നിവാസം കണ്ടിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനോട് അനിഷ്ടം വാങ്ങരുത്. നാവുകൊണ്ട് തെറ്റുകൾ പറഞ്ഞിട്ട് മുത്തുനബി തങ്ങളുടെ അപ്രിയം ഉള്ളവരായി മാറരുത്. എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്ത് തഖ്വയോടെ ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയിട്ട് ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് കിട്ടാനുള്ള ഏറ്റവും വലിയ മഹത്വം എന്താണ്? ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാനാണ്, അവിടുത്തെ പ്രിയം നേടാനാണ്, അവിടുത്തെ ഇഷ്ടം നേടാനാണ്. അങ്ങനെ നല്ലവരായാൽ ഉമ്മമാരെ, നസീബത്ത് ബിന്ത് കഅബ് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നു എന്ന് കണ്ടപ്പോഴേക്ക് സ്ത്രീകൾക്ക് യുദ്ധമില്ല, പോരാട്ടമില്ല. ഇന്ന് ചില സംഘടനകൾ അതാ സ്ത്രീകളെ തെരുവിൽ ഇറക്കിയിട്ട് അവരുടെ പ്രസ്ഥാന വളർച്ചയ്ക്ക് വേണ്ടി ബഹളമുണ്ടാക്കി എന്തെല്ലാം കുലുമാലുകളാണ് സൃഷ്ടിക്കുന്നത്. വല്ലാത്ത ദുരന്തം തന്നെ. ഇവിടെ ഇസ്ലാം പ്രചരിച്ചത് ഗണ്ണന മണ്ണന അടിപിടികളിലൂടെയല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഹിദായത്തിലേക്ക് വന്നതെങ്ങനെയാണ്? തസവ്വുഫിന്റെ മഹാന്മാർ അവരുടെ തെളിമയാർന്ന ജീവിതത്തിലൂടെയാണ്. ആരും വിചാരിച്ചേക്കേണ്ട മുഗളന്മാര് വടിയും വാളും എടുത്ത് അവരുടെ അധികാരത്തിന്റെ ദണ്ട് കൊണ്ടുവന്നിട്ടല്ല ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടാക്കിയത്. അവർ ഇസ്ലാം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അവർ മുഗൾ ഭരണകൂടം അവരുടെ ഭരണ പ്രദേശത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഇന്ത്യ കീഴടക്കിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ അധികാരികളായിട്ടുണ്ട്. അത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. അവർക്ക് മതരാഷ്ട്രമോ മതലക്ഷ്യമോ അവർക്കുണ്ടായിരുന്നില്ല. ഇസ്ലാം ഇവിടെ വന്നത് അങ്ങനെയല്ല. ഇസ്ലാം ഇവിടെ മുഗളന്മാര് കൊണ്ടുവന്നതല്ല, ബാബർമാര് കൊണ്ടുവന്നതല്ല. ഇസ്ലാം ഇവിടെ കൊണ്ടുവന്നത് തെളിമയാർന്ന ജീവിതമാണ്. ആരുടെ ജീവിതം? മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമാണ് ഇവിടെ ഇസ്ലാം എത്തിച്ചത്. അവിടെ വാളുമില്ല, യുദ്ധമില്ല, അടിയില്ല, പിടിയില്ല. നല്ലൊരു മനുഷ്യൻ അങ്ങോട്ട് വന്ന് ജീവിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു. ഇതെത്ര നല്ല മനുഷ്യൻ. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞാൻ മക്കത്തുനിന്ന് വരുന്നത്. നിങ്ങൾ ആരുടെ അനുയായിയാണ്? ഞങ്ങൾക്കൊരു പ്രവാചകരുണ്ട് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ശരി, ആ പ്രവാചകർ എന്തൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്? ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമി. ഞാനൊരു അറബിയാണ്, നിങ്ങളൊരു അനറബിയാണ്. നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നല്ല വിശ്വാസവും നന്മയുണ്ടായാൽ മതി. അപ്പോഴാണ് കീഴാളനായ ആളുകൾക്ക് തോന്നുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കളർ പ്രജുഡ്യൂസ് നിൽക്കുമ്പോൾ ഇവിടെ മനുഷ്യന്മാർക്ക് മനുഷ്യത്വ ബോധം കൊടുക്കുന്ന ദർശനത്തെ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഞങ്ങളും വരുന്നു നിങ്ങളുടെ കൂടെ. അപ്പോൾ ഒരു ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയാണ് ഇസ്ലാം അനുഭവിക്കുന്നത്. ഇസ്ലാമിനെ കാണാണ്, ഇസ്ലാമിനെ അനുഭവിക്കുകയാണ്. അനുഭവത്തിലൂടെ ഇസ്ലാമിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് മഹാനായ മാലിക് ബിൻ ദീനാറിലൂടെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രചരണം നടക്കുന്നത്. അവരുടെ കയ്യിൽ യുദ്ധമില്ല, പോരാട്ടമില്ല, കടന്നുകയറ്റമില്ല, അക്രമമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അവരിവിടെ വന്ന് ജീവിച്ചു. ഉത്തരേന്ത്യയിലേക്ക് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വന്നു. മഹാനവറുകൾ വന്ന് നല്ലൊരു ജീവിതം. പുറത്തുനിന്ന് വന്ന് കുറെ ആളുകൾ ഇവിടെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ച അവിടുത്തെ രാജാവ് പൃഥ്വിരാജ് സൈന്യത്തെ വിട്ടു ഖാജ തങ്ങളെ ആക്രമിക്കാൻ. ഒന്നുമില്ല, അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക. പട്ടാളക്കാർ വിചാരിച്ചു ഇത് ആരോടാ നമ്മൾ യുദ്ധത്തിന് പോണത്? വാളുമില്ല, പരിചയമില്ല.
ആക്രമണമില്ല, പ്രത്യാക്രമണവും ഇല്ല. ഇതാരെ നമ്മൾ കൊല്ലാൻ പോണ്, തല്ലാൻ പോണ്? ആയുധമൊക്കെ വെച്ചിട്ട് വെച്ച് നിങ്ങൾ എന്തിനു വന്നാ? ഞങ്ങൾ വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ ഒതുങ്ങി അള്ളാന്റെ ദുനിയാവിൽ ഇങ്ങനെ അടിമകളായി ജീവിക്കുകയാണ്. ചോദിച്ചു. തെളിമയാർന്ന ജീവിതം, സംഗീതം പോലെയുള്ളൊരു മാധുര്യം. അങ്ങനെ ഖാജ മുഈനുദ്ദീനിനെ ആളുകൾ നോക്കിയപ്പോൾ നല്ല തെളിമയാർന്ന ജീവിതത്തിന്റെ മനുഷ്യരൂപങ്ങളിലേക്ക് അവർ ഒരു മധുരം പോലെ, മധുരത്തിലേക്ക് ഓടിയെടുക്കുന്ന പ്രാണികളെപ്പോലെ ലക്ഷോപലക്ഷം ആളുകൾ വന്നു ചേർന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായത്. ചില ആളുകൾ വിചാരിച്ച് 4 ആളെ എങ്ങനെ ഉണ്ടെന്ന് വിചാരണ ചെയ്തിട്ട് 2 ആളെ കൊണ്ട് കെലിമയില്ലിച്ചിട്ട് അവിടെ ആകെ ഇസ്ലാം ഉണ്ടായതെന്ന് വിചാരിച്ച്. അങ്ങനല്ല ഇവിടെ ഇസ്ലാം ഉണ്ടായത്. ഇസ്ലാം ഉണ്ടായത് ഈ കാണുന്ന ഈ വിശാലമായ ഇന്ത്യയിലെ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനിലെ, അതിന്റെ പുറത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലെ ഈ 3 രാജ്യത്തെയും എത്രയോ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ശാന്തമായ ജീവിതമാണ്. ശാന്തമായ ജീവിത. ഇങ്ങനെ മഹാന്മാരായ സൂഫിയാക്കന്മാരുടെ ജീവിതം കണ്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം ആവുമ്പോഴും കാണും ബഹുമാനപ്പെട്ടവരെടുക്ക വെള്ളം കൊണ്ട് കൊടുക്കാനൊരു ഹിന്ദു സഹോദരൻ ഉണ്ടാവും, ചിലപ്പോൾ പരിചരണത്തിന് അമുസ്ലിം സഹോദരൻ ഉണ്ടാവും. അതെന്താ അങ്ങനെ? ലാ ഇക്റാഹ ഫിദ്ദീനി. ഇസ്ലാം ഞാനിങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം കിട്ടി. എൻ്റെ തൊട്ടപ്പുറത്തുള്ള സഹോദരന് ചിലപ്പോൾ വെളിച്ചം കിട്ടിയില്ല, എന്നാലും അവനോട് എനിക്ക് വിരോധമൊന്നുമില്ല, അവനോട് ഞാനുമായിട്ട് അടിയും പിടിയൊന്നുമില്ല, അവനും ഞാനുമായിട്ട് ആദാന പ്രദാനങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ല. അതാണ് ഇസ്ലാം. ഇതല്ലേ നമ്മൾ ചരിത്രത്തിൽ പഠിച്ച ഇസ്ലാം? ഇതല്ലേ മുൻഗാമികൾ കൊണ്ടുവന്ന ഇസ്ലാം? ഈ ഇസ്ലാമിലൂടെയാണ് ലോകം മുഴുവനും കോടാനുകോടി വരുന്ന ആളുകൾ ഇസ്ലാമിന്റെ മാധുര്യം അറിഞ്ഞത്. തൗഫീഖ് കിട്ടിയ ആളുകൾ സത്യവും അസത്യവും വേർതിരിച്ച് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഭാഗ്യം കിട്ടിയ ലക്ഷക്കണക്കിന് ആളുകൾ ഹിദായത്തിന്റെ കലിമ ചൊല്ലുമ്പോഴും ഇസ്ലാമിലേക്ക് വരുമ്പോഴും ഔലിയാക്കളെ സ്നേഹിക്കുമ്പോഴും അക്കൂട്ടത്തിലും കാണും ചിലപ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഈ വെളിച്ചം കിട്ടാത്ത ആളുകൾ ഉണ്ടാവും. കാരണം എന്താ? ഖിറാഅത്തു തരീഖ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈസാലു സവാബ് ഇൻദല്ലാഹിൽ മലിക്കിൽ അല്ലാം. ഖൽബിലേക്ക് ഇസ്ലാം ചേർത്ത് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അവർക്ക് ഇസ്ലാമിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ദൗത്യമാണ്. ഇത്രയാണ് ഇസ്ലാമിന്റെ അവതരണം. അല്ലാതെ ബലാത്കാരമായ ഒരു ഇസ്ലാമികവൽക്കരണം എവിടെയും നടന്നില്ല. നമ്മൾ ഈ ഇസ്ലാമിക സമൂഹം കോടിക്കണക്കിന് ജനങ്ങൾ വന്നതിന് ശേഷം 1, 2, 10, 100, 200, 500 പോട്ടെ 1000 പ്രോഗ്രാം ഒരാൾ പ്രസന്റ് ചെയ്തപ്പോഴേക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇസ്ലാം എല്ലാം ഉണ്ടായത് ഇയാളുടെ ഡയലോഗിലൂടെയാണ് എന്നാ. ഓ, അപ്പൊ ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായി? ഇന്നലകളിൽ ചരിത്രം പഠിക്കണ്ടേ? ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളിലൂടെ ഔലിയാക്കന്മാരുടെ ദർഗകളാണ് ഇന്ത്യ മുഴുവനും. തവക്കൽ മസ്താൻ ബാംഗ്ലൂരില്, ഡൽഹിയിലേക്ക് ചെന്നാൽ നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു, അപ്പുറത്തേക്ക് പോയാൽ ബഖ്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു, ഇപ്പുറത്തോട്ട് വന്നാൽ ഏർവാടി ഇബ്രാഹിം ബാദ്ഷാ റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പുറത്തേക്ക് വന്നാൽ നാഗൂർ ഷാഹുൽ ഹമീദ് നാഹൂരി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദാവൂദുൽ ഹക്കീം അൽ മുത്തഫത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങ് കാസർഗോഡ് ജില്ലയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏതെല്ലാം രാജ്യത്ത് നിന്നുള്ള ആളുകളാണ്. ഉമർ സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങ് എരുമാട് വിശ്രമിക്കുന്ന ഈജിപ്തിൽ നിന്ന് വന്ന മഹാൻ. ഇങ്ങനെ ഏതെല്ലാം രാജ്യത്ത് നിന്ന് ഭിക്ഷുക്കളായ തീർത്ഥാടകന്മാരായ സൂഫി ഔലിയാക്കന്മാർ ഈ രാജ്യത്തേക്ക് വന്നു. അവരുടെ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റ്ഫുൾ ഇസ്ലാമിനെ ഇങ്ങനെ അനുഭവിക്കുകയാണ്, മധുരമുള്ള ഇസ്ലാമിനെ. അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ ആ ഹിദായത്തിലേക്ക് വന്നു. അപ്പോഴുണ്ടാവും തൊട്ടടുത്ത വീട്ടിൽ, തൊട്ടടുത്ത് കൂടെ ജീവിക്കുന്ന കൂട്ടത്തിൽ ഒരു അവിശ്വാസി ഉണ്ടാവും. അവൻ ആ ഭാഗ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് അവനെ ആക്രമിക്കണില്ല, അവനോട് പ്രശ്നമില്ല, അവനോട് ഇടപാട് നടത്തുന്നതിന് പ്രശ്നമില്ല, അവൻ വീട്ടിൽ നിൽക്കുന്നതിന് പ്രശ്നമില്ല, അവൻ കൂടി നിൽക്കുന്നതിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇതല്ലേ മഹാന്മാരായ ഔലിയാക്കൾ നമുക്ക് കാണിച്ചു തന്നത്? ഇതല്ലേ സ്വാലിഹീങ്ങൾ ഇന്നലെ കഴിഞ്ഞു പോയത്? നമ്മളതുകൊണ്ട് വർഗീകരണത്തിന്റെ വിഷവിത്തുകളിൽ നമ്മൾ വീണു പോകരുത്. നമുക്ക് നല്ല ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട്. നമുക്ക് നല്ല ഒരു പാരമ്പര്യമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന നേരത്ത് വദറഹു മർഹൂനത്തുൻ ഇൻദ യഹൂദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയെങ്കി ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിങ്ങളും അന്നവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരുമായി ഇടപാട് നടത്തുന്നതിൽ ഐത്തമുണ്ടായിരുന്നില്ല എന്നതിന്റെ അർത്ഥം.
നബി തങ്ങൾ വഫാത്താകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കംപ്ലീറ്റ് ആയി സമ്പൂർണ്ണ ശേഷ അല്ലേ? അപ്പോഴും അവന് ഹിദായത്ത് കിട്ടിയില്ല, അവന് ഇസ്ലാമിന്റെ വെളിച്ചം അറിഞ്ഞില്ല. പക്ഷെ അവന് മാനുഷികമായ പരിഗണന, അവനോടുള്ള സൗഹൃദത്തിന് യാതൊരു വിള്ളലും ഉണ്ടായില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇടപാടുണ്ടായത്. അതേ സമയത്ത് ആരാധനാപരമായ കാര്യത്തിൽ ഓരോരുത്തരും അവരുടെ സ്വത്വം നിലനിർത്തുകയാണ്. ഇവിടെ എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. പരസ്പരം അവർ മനുഷ്യന്മാരെന്ന നിലക്ക് മാനുഷികമായ ബഹുമാനം വേണം, അയൽപക്ക ബന്ധം വേണം, അയൽവാസിയുടെ രോഗപരിചരണം നടത്തണം, വേണ്ടി വന്നാൽ അവന് ശുശ്രൂഷിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ അവൻ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസത്തെ നീ ആക്ഷേപിക്കാൻ പാടില്ല, നീ ചീത്ത വിളിക്കാൻ പാടില്ല, അവന്റെ ആരാധനയിൽ നീ കടന്നു കയറാൻ പാടില്ല, അവന്റെ ആരാധനാലയത്തിൽ നീ കടന്നു കയറാൻ പാടില്ല, അവന്റെ വിശ്വാസത്തെ നീ അവഹേളിക്കാൻ പാടില്ല, നീ നിന്റെ വിശ്വാസത്തിൽ കലർപ്പ് വരുത്താനും പാടില്ല, നീ നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താനും പാടില്ല. ഈ കൃത്യതയാണ് ഇസ്ലാം പറഞ്ഞു തരുന്നത്. ഈ കൃത്യതയാണ് ഇസ്ലാം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ഇസ്ലാമിന്റെ പാരമ്പര്യം മഖ്ദൂം റളിയല്ലാഹു അൻഹു സാമൂതിരി രാജാക്കന്മാരോട് സഹവസിച്ച് ജീവിച്ചത് ഇവിടെ ഉദാഹരണം പറയാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയല്ല. കേരളത്തിന്റെ ശോഭനമായ ഇന്നലത്തെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്ന് ഇമാമിയങ്ങൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാവണം, സമാധാനം നിലനിൽക്കണം, നമ്മുടെ നാട് ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകണം. കലാപമുണ്ടായ ഒരു നാട്ടിലും നിരപരാധികൾ പോലും കൊല്ലപ്പെടുക നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ഒരു കുഞ്ഞുമോന്റെ ഫോട്ടോ. ആ കുട്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കുട്ടിക്ക് കരയാൻ പോലും കഴിയണില്ല. ചില പത്രങ്ങൾ പറയണത് കരയണില്ല, ഉമ്മയും ഉപ്പ എവിടെയെന്ന് ചോദിക്കുകയല്ലാതെ വേറൊന്നും ആ കുട്ടിക്ക് കഴിയണില്ല എന്നാണ് പറഞ്ഞത്. പ്രായം എത്രയോ കുരുന്നുകൾ ഇതുപോലെ. ഫലസ്തീനിലെ പിഞ്ചോമന മക്കൾ അരുംകൊല ചെയ്യപ്പെടുമ്പോ അവരാകെ ചെയ്ത ഒരു തെറ്റേ ഉള്ളൂ. നല്ല മനോഹരമായ ഒരു നാട്ടിൽ ജനിച്ചു വീണെന്ന് മാത്രമേ അവർ ചെയ്ത് തെറ്റേ ഉള്ളൂ, വേറൊന്നും അവർ ചെയ്തില്ല. ജൂതന്മാർക്കും ലോകത്തുള്ള ഒരുപാട് ലോക പോലീസുമാർക്ക് വേണ്ട ഒരു സ്ഥലത്ത് ജനിച്ചു വീണു എന്നേ ഉള്ളൂ, വേറൊരു തെറ്റും അവർ ചെയ്തില്ല. മനുഷ്യന്മാരെ ഇല്ലായ്മ ചെയ്ത് കളയുമ്പോ സാമ്രാജ്യത്വത്തിന്റെ കണ്ണും കാതുമില്ലാത്ത തീവ്ര പെരുമാറ്റങ്ങളാണ് ലോകത്ത് മുഴുവനും 1000 കുരുന്നുകളെ അരുംകൊല ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും നല്ലതിനു വേണ്ടി ചിന്തിക്കണം, സൗഹാർദ്ദത്തോടെ ജീവിക്കണം. നമ്മുടെ നാട് നല്ല മനോഹരമായ നാടാണ്. കാരണം ബ്രിട്ടീഷുകാരൻ സ്വാതന്ത്ര്യം തരാൻ നേരം പറഞ്ഞത് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടൊന്നും കാര്യമില്ല, 5 കൊല്ലം കൊണ്ട് തല്ലിപ്പിരിയും. കാരണം ഇവിടെ ഒരുപാട് മതമുണ്ട്, ജാതിയുണ്ട്, വർഗമുണ്ട്. ഇത്രയും ജാതിയും മതമുള്ള ഒരു രാജ്യവും ലോകത്തില്ല. അതുകൊണ്ട് തമ്മി തല്ലി തീർന്നോളൂ എന്ന് വെച്ചിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു ഒക്കെ പറഞ്ഞു എന്ന ചരിത്രം പറയണത്. അതിനെ അതിജയിച്ചുകൊണ്ട് 70 കൊല്ലം നമ്മൾ നാനാത്വത്തിൽ ഏകത്വം കാണിച്ചിട്ട് ഇവിടെ ജീവിച്ചു. അത് നഷ്ടപ്പെടുത്തരുത്. അത് നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തോട് കാണിക്കേണ്ട പ്രതിബദ്ധതയാണ്. ഈ രാജ്യത്തിന്റെ മോക്ഷത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള രാജ്യസ്നേഹം. ഇത് ഞാൻ പറയുമ്പോൾ ചിലർ വിചാരിക്കും എന്തിനപ്പോ ഇത് വഴലിന്റെ വേദിയിലൊക്കെ പറയണത്. ബഹുമാനപ്പെട്ട ഫദ്ലുൽ ഹഖ് അൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയ വിശ്രമിക്കുന്നത് എവിടെയാണെന്നറിയോ? അന്തമാൻ ദ്വീപിൽ പോർട്ട് ബ്ലെയറിന്റെ അടുത്ത് ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ നാടും അന്തമാനും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും. ഇവിടെയുള്ള കുറെ ആൾ അവിടെ ഉണ്ട്, അവിടെയുള്ള കുറെ ആൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഇവിടുത്തെ കുടുംബക്കാർ അവിടെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ അറിയും. ബഹുമാനപ്പെട്ട ഫദ്ലുൽ ഹഖ് അൽ ഖൈറാബാദി റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ പൗത്രനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് ഈ രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കൽ പുണ്യകർമ്മമാണെന്ന് ഫത്വ കൊടുത്തതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ നാട്ടുകടത്തിയതാ. ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. ആ മഹാന്മാരെല്ലാം ഏതൊരു നന്മയ്ക്കു വേണ്ടിയാണോ നിന്നത് അത് നമ്മൾ വളർത്തണം, നന്മയെ നമ്മൾ പുലർത്തണം.
നമ്മുടെ കയ്യിലുള്ള ദീൻ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായി ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്, പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ, നബിയും റസൂലുമായി മുത്തുനബി തങ്ങളെ പൊരുത്തപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ മദ്ഹ് ചൊല്ലണം, തങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കണം. ഖൽബിൽ നിന്ന് നല്ല ഒരു മഹബ്ബത്ത് ഇങ്ങനെ ഉയർന്നു വരണം. അവസാനം യാശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് അവസാനം എവിടെ എത്തണമെന്നറിയുമോ? യഅനി മഹബൂബോ മുഹിബ് മേ നഹീ മേരാ തേരാ, എന്റേത് നിന്റേത് എന്ന് പറയേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ഹബീബിലേക്ക് ലയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മഹബത്ത് കൊണ്ട് ഉയർത്തിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെല്ലാം ഒന്ന് എഴുന്നേറ്റ് ഒരല്പസമയം അടുത്തേക്ക് നിന്നാൽ, എന്റെ പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാരെ, ഈമാനിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയുകയാണ്. നല്ല തഖ്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണേ, ഏറെ സ്വലാത്ത് ചൊല്ലണേ. എല്ലാവരും അടുത്തേക്ക് വന്നാൽ എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത്. ഒരു വഖ്ത് നിസ്കാരവും ഖളാകാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. കൂട്ടുകാരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കണം, നന്നായി സ്വലാത്ത് ചൊല്ലണം, അവിടുത്തെ സുന്നത്ത് പരമാവധി ജീവിതത്തിൽ പകർത്തണം. അതുപോലെ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ മക്കളെ പരിശീലിപ്പിക്കണം. അവരെ തഖ്വയിലായി വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളേറെ ശ്രദ്ധിക്കണം. അല്ലുമ്മ മദ്റസത്തുൻ ഇദാ ഇദത്തഹാ ഇദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി, ഉമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയം. ഉമ്മ പരിശീലിപ്പിക്കും പോലെയാണ് മക്കൾ നന്നായി വരുന്നത്. അതുകൊണ്ട് ഉമ്മമാരുടെ നല്ല ശിക്ഷണം വരണം. അതുപോലെ തഖ്വയോടെ ജീവിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബിലേക്ക് ചേരണം. ഒരുപാട് തവണ മദീനയിലെത്തണം. അവസാനം ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ ഒക്കെയും ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. എല്ലാ ഇമാമീങ്ങളുടെയും വിജയത്തിന്റെ കാരണം ഹബീബിനോടുള്ള ഹുബ്ബാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കാണ്. കണ്ടില്ലേ, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിലാണ്. 40 കൊല്ലം അവിടെ ദർസ് നടത്തിയ മഹാനാണ്. ആ മഹാനരായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ എല്ലാ രാത്രിയിലും കാണുകയാണ്. എല്ലാ രാത്രിയിലും കിനാവിൽ തങ്ങളെ കാണുകയാണ്. എല്ലാ രാത്രിയിലും ഇമാം മാലിക് ബിൻ അനസ് തങ്ങളെ കാണുകയാണ്. ഇമാം അബൂ നുഐം തങ്ങൾ ഹില്ലിയിൽ രേഖപ്പെടുത്തുകയാണ്, മുത്തുനബി തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, പടച്ചവനെ ആ പേര് പറയുമ്പോ ഞങ്ങൾക്ക് വലിയ ആനന്ദമാണ്.
കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമാണ്. അവിടുത്തെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് 1000 വട്ടം താല്പര്യമാണ്. കാരണം എത്ര വലിയ ഭാഗ്യമുള്ള ആളാണ് അനസ് ബിൻ മാലിക് തങ്ങൾ, എത്ര വലിയ ഭാഗ്യമുള്ള ആളാണ്. മുത്തുനബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ നേതാവല്ലേ. ദുആ ചെയ്തുകൊണ്ട് ഉത്തരം കിട്ടിയത് ആ ജീവിതം തന്നെ തെളിവല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കള മുതൽ അന്താരാഷ്ട്ര കത്തടപാട് വരെ എല്ലാം അറിയാൻ അവസരം കിട്ടിയ അനസ് ബിൻ മാലിക് തങ്ങളുടെ കാലിന്റെ അടിയിൽ ഒരു മണൽ തരിയായിരുന്നെങ്കിൽ തന്നെ മുത്തുനബി തങ്ങളുടെ അടുക്കൽ ഓടി ചെല്ലുമ്പോൾ അവിടെ കൂടാമായിരുന്നല്ലോ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ എന്റെ കയ്യിലുള്ളത് എന്റെ അമലുകളല്ല, എന്റെ വേറെ ഏതെങ്കിലും അവസ്ഥകളല്ല. നാളെ ഞാൻ പരലോകത്ത് ചെല്ലുമ്പോ മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചെല്ലും. എന്നിട്ട് പറയും അനഹുവൈദിമുക ഉനൈസ്, ഞാൻ അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ. എന്തൊരവകാശമാണിത്, എന്തൊരവകാശമാണത്, എന്തൊരടുപ്പമാണത്, എന്തൊരു ഭാഗ്യമാണത്. ഞങ്ങൾക്കതൊന്നും ഇല്ലാത്തവരായി പോയല്ലോ. അബൂ ഹുറൈറ തങ്ങൾക്ക് ഓടി ചെല്ലാൻ പറ്റും. കാരണം മുത്തുനബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ രാത്രി വരുമ്പോൾ ചോദിക്കും, ഐനൽ ഗുലാമുദ് ദൗസി, ആ ദൗസ് ഗോത്രക്കാരനായ കുട്ടി എവിടെ എന്ന് ചോദിക്കും. ആരാണത്? അബ്ദുറഹ്മാൻ എന്ന കുട്ടിയാണ്. ആ അബ്ദുറഹ്മാനാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബി. എന്തൊരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വിളിച്ചന്വേഷിച്ച സ്വഹാബിയല്ലേ. അതാ അറിവിന്റെ ഭണ്ഡാരങ്ങൾ നെഞ്ചിലേക്ക് കൽബിലേക്ക് നിറച്ചു കൊടുത്ത നേതാവല്ലേ. അതാ മറ്റൊരു സ്വഹാബിക്ക് എന്തൊരു ഭാഗ്യമാണ്. വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് വിളിക്കുന്നു, യാ മുആദ്, ഓ മുആദേ. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗ്യം എന്താണ്? മുത്തുനബി തങ്ങളുടെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ്. അതുകൊണ്ടാണ് വിളിക്കുന്നത് യാ മുആദ്. മുത്തുനബി തങ്ങളുടെ പിൻസീറ്റിൽ വാഹനത്തിന്റെ മേലെ ഇരിക്കാനുള്ള ഭാഗ്യം, അതെന്തൊരു ഭാഗ്യമാണ്. എല്ലാ കിളിവാതിലുകളും അടക്കൂ, സിദ്ദീഖിന്റെ വാതിൽ അടക്കേണ്ടതില്ല. ഖൗഖത്തു സിദ്ദീഖ് ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. എന്തൊരു ഭാഗ്യമുള്ള സ്വഹാബിയാണ്. എല്ലാ സ്വഹാബിമാരുടെയും നേതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതാ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ മുത്തുനബി തങ്ങൾ ചിരിക്കുകയാണ്. എന്തേ തങ്ങളെ ചിരിക്കുന്നത്? മുത്തുനബി തങ്ങൾക്ക് ചിരി സമ്മാനിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയല്ലേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തേ ചിരിക്കുന്നത്? അല്ല ഉമറേ, ഇവിടെ ഒരു ചെറിയ മോള് വന്നിട്ട് എന്നോട് പറഞ്ഞു, തങ്ങൾ ജയിച്ചിട്ട് വന്നാൽ തങ്ങളുടെ മുമ്പിന്ന് ദഫ്മുട്ടാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ മോള് നേർച്ചയാക്കിയെങ്കിൽ മുട്ടിക്കോളൂന്ന് ചെറിയ മോളോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു. കാരണം അവിടുന്ന് കാരുണ്യമാണ്, അവിടുന്ന് റഅഫത്താണ്, അവിടുന്ന് റഹ്മത്താണ്. അങ്ങനെ ദഫ് മുട്ടിപ്പാടുമ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നു. അപ്പോഴും ആ മോള് ദഫ് മുട്ടിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വന്നു. അപ്പോഴും ദഫ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നപ്പോൾ ആ ദഫ് കമിഴ്ത്തിയിട്ടിട്ട് അതിന്റെ മേലെ കയറിയിരുന്നു. മുട്ടങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ അങ്ങ് ചിരിക്കുകയാണ്. എന്തേ തങ്ങളെ ചിരിക്കുന്നത്? ഓ ഉമറേ, നിങ്ങളെ കണ്ടാൽ ശൈത്താനും പേടിച്ചോടിപ്പോകുമല്ലോ ഉമറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം പറഞ്ഞ ഒരു രംഗം അതാണ്. വേറെയും ഏറെ റിവായത്ത് മനാഖിബുസ് സ്വഹാബയിൽ നിങ്ങൾക്ക് മനാഖിബ് ഉമർ ബിൻ ഖത്താബിൽ മനാഖിബുസ് സ്വഹാബയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഇതുപോലെ ഭാഗ്യം കിട്ടിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ
വലിയ ഭാഗ്യവാനാണ്. അതെന്തേ? ഈ വെള്ളം വാങ്ങിയിട്ട് മുഅ്മിനീങ്ങൾക്ക് കൊടുത്താൽ നാളെ പരലോകത്ത് എന്റെ കൈ കൊണ്ട് വെള്ളം തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതാ സ്വന്തം സമ്പത്ത് മുഴുവനും കൊടുത്തിട്ട് വെള്ളം വാങ്ങിയിട്ട് മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത നേതാവാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഓ ആരാണിവിടെ ഈ വെള്ളം വാങ്ങിയിട്ട് അവരുടെ ദൽവിന്റെ കൂടെ മുഅ്മിനീങ്ങളുടെ ദൽവ് അഥവാ കോരാൻ അവകാശം നൽകുന്നതാരാണെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളങ്ങ് വാങ്ങിക്കൊടുത്തുവല്ലോ. അതിലേറെ വലിയ ഭാഗ്യമാണ്. ഇത് ഉസ്മാനിന്റെ കൈയാണ്, ഇതെന്റെ കൈയാണ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബി തങ്ങളുടെ ഒരു കൈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൈയാണെന്ന് പറഞ്ഞല്ലോ. ഇനി ആ ഉസ്മാൻ തങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാനല്ലാതെ ഒന്നുമില്ല. കാരണം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേരിട്ട് വിളിച്ചുപോയി. എത്ര വലിയ ഭാഗ്യമുള്ള നേതാവാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അതിന്റെ കവാടമാണ്. എന്തൊരു വലിയ ഭാഗ്യമാണ്. അവിടുത്തെ ഇൽമോ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. എല്ലാ അറിവിന്റെയും കവാടമായ അലി റളിയല്ലാഹു അൻഹു എത്ര വലിയ ഭാഗ്യവാനാണ്. സാധുക്കളായ ഞങ്ങളുടെ കയ്യിൽ ഒരു അവകാശവും പറയാനില്ല. ഓരോ സ്വഹാബിയും എണ്ണിയാൽ ഇതുപോലെ മഹത്വങ്ങളാണ്. അല്ലാഹുവേ, അതാ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഇവിടെ മുഖം വെച്ചിട്ട് നോക്കിക്കോ മോളെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവിടെ കണ്ടില്ലേ നാടോടികളായ ആഫ്രിക്കക്കാര് പെരുന്നാളിന്റെ കളി കളിക്കുന്നു, കണ്ടോളാൻ പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ അതാ എന്റെ മുഖം മുത്തുനബി തങ്ങളുടെ തോളത്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ വലിയ ആനന്ദത്തിലാണ്. കളി കാണുന്ന ആനന്ദമല്ല, നുബൂവത്തിന്റെ നേതാവിന്റെ തോളിൽ കഴുത്ത് വെച്ച് നിൽക്കുന്ന ആനന്ദമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോളെ അത് കണ്ടു കഴിഞ്ഞോ എന്ന്. ഇല്ല, കാരണം തങ്ങളോട് ഒട്ടിച്ചേർന്നു നിൽക്കുകയാണല്ലോ. ഉമ്മമാരെ, സഹോദരിമാരെ, ആയിഷ റളിയല്ലാഹു അൻഹ പോകുന്ന സ്വർഗമല്ലേ നമുക്ക് വേണ്ടത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയുമോ? ആ മഹദികളുടെ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബിൽ മഹബ്ബത്ത് നിറച്ചു തന്ന് ഒരുപാട് തവണ മുത്തായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെത്താൻ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം, അവിടുത്തെ മുനവ്വറായ മുഖം, അവിടുന്ന് സന്തോഷമുള്ളപ്പോൾ വിടരുന്ന മുഖം, അവിടുന്ന് വല്ല ദുഃഖവും വന്നാൽ അവിടുത്തെ മുഖം ചുമന്ന് തൊടുത്തു പോകും. ഞങ്ങൾക്കങ്ങനെ ഒന്നല്ല. അതാ അവിടുന്ന് പ്രസന്നമായി തിളങ്ങുന്ന മുഖം കണ്ടുകൊണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ ശമാഇൽ പറയുമ്പോ ഖൽബിൽ ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് പറയാൻ ഈ ആയുസ്സിൽ തന്നെ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കി തരണം റഹ്മാനേ. ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിനിരിക്കാൻ പറ്റുന്നൊരു ഖൽബ് ഞങ്ങൾക്ക് വേണം റഹ്മാനേ. ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും നന്നായി സ്വലാത്ത് ചെല്ലണം.
ഒരു 10 സ്വലാത്ത് നല്ല ഊർജത്തോടു കൂടി ചെല്ലുക. ഹബീബായ തങ്ങളെ മദീനയിൽ നമ്മളെ സലാം കേട്ട് സന്തോഷിക്കുന്ന വിധത്തിൽ നല്ല റാഹത്തായിട്ടൊരു 10 സ്വലാത്ത് ഇല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا رب صل عليه